ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല മകനെ സ്വർഗത്തിലെ കർത്താവ് എന്ന് നമുക്കായി തന്ന ആ വലിയ ദൈവീയ സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത് നന്ദിയോട് ഞാൻ ഇവരെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ മധ്യയിലുണ്ട്. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ മഹത്വം, ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ദൈവമക്കൾക്ക് പ്രാപിക്കാൻ കഴിയും. അത് പ്രാർത്ഥനയോട് ദൈവസഭയിൽ ഇരിക്കുന്നവർക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായി പ്രാപിച്ചെടുക്കുവാൻ കഴിയും. സ്തോത്രം. കഴിഞ്ഞ അഭികാല ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ ദൂത പ്രകാരം മക്കളുടെ നന്മകളെ കാണുവാനും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനെല്ലാം അഭികാലയുടെ സ്തോത്രം, ആ അനുഗ്രഹങ്ങളിലെല്ലാം പങ്കുചേരുവാൻ വേണ്ടി വിദേശത്തേക്ക് മകളാമണിയേണ്ടിയ ദൈവം കൊണ്ടുപോയി. അതേപോലെ തന്നെ സ്തോത്രമാലയ മടങ്ങി വരുവാൻ ചില ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടെന്നെല്ലാം പറഞ്ഞപ്പോഴും കർത്താവ് പ്രാർത്ഥന കേട്ടു തക്കതായ സമയത്ത് തന്നെ എന്ത് ചെയ്തു? മടക്കി കൊണ്ടുവന്നു. ഇന്ന് നമ്മുടെ മധ്യയിൽ കൊണ്ടുവന്നിരിക്കുന്ന വലിയ ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ഇത്രമാത്രം കർത്താവ് കരുതിയ ആ കരുതലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. അപ്പോഴ് ദൈവമക്കളുടെ ഒരാവശ്യം പോലും ദൈവം മറന്നു പോയില്ല. നമ്മൾ ദൈവത്തെ മറന്നുപോയാൽ ദൈവമക്കളുടെ ഒരു ആവശ്യം പോലും ആരും മറക്കത്തില്ല. ദൈവം മറക്കത്തില്ല. എല്ലാ ആവശ്യത്തിന് പേരും എല്ലാ വിഷയത്തിനകത്തും മറുപടി നൽകുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന കാര്യം എന്താ? നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം. സ്തോത്രം. മരക്കഷ്ണമോ സ്തോത്രമാല ഒരു മനുഷ്യന്റെ കൈപ്പണിയാലോ അവന്റെ ചിന്ത പ്രകാരം അവന്റെ രൂപത്തിലോ അവന്റെ ഭാവത്തിലോ ഉണ്ടാക്കിയ ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ആർക്കും ഒരുവന്റെ കൈ കൊണ്ടോ ഒരുവന്റെ ചിന്ത കൊണ്ടോ പണിയപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള തേജസ്സുള്ള ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ ആ ജീവനുള്ള ദൈവം നമുക്ക് എന്ത് ചെയ്യും? മറുപടി തരും. ഒരു സ്കെച്ചിനകത്ത് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിനകത്ത്, ഒരു സ്വർണത്തിനകത്ത്, ഒരു വെള്ളിക്കകത്ത്, ഒരു പ്ലാസ്റ്റിക്കിനകത്ത് ഒതുക്കുന്ന ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. അപ്പൊ ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തിന് ആ ജീവൻ കാണും. കണ്ടില്ലെങ്കിൽ ഈ ആരാധിച്ചുകൊണ്ട് ഗുണമില്ല. സ്തോത്രം. ആരാധിച്ചുകൊണ്ട് ഗുണമില്ല. കഴിഞ്ഞ നേരം ചില സാക്ഷികൾ കേട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. സ്തോത്രം. പല വീടിനകത്തും ബൈബിളുണ്ട്. പല വീടിനകത്തും അവർ പറയുന്നത് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ജാതിയില്ല. മുമ്പ് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ജാതിയല്ല മനുഷ്യനുണ്ടാക്കിയത്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ജാതിയില്ല. ദൈവം രണ്ട് ജാതിയെ സൃഷ്ടിച്ചുള്ളത്, ആണും പെണ്ണുമായിട്ട് രണ്ട് ജാതിയെ സൃഷ്ടിച്ചുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മനുഷ്യനുണ്ടാക്കിയത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ജാതിയില്ല. ദൈവത്തിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ശക്തിയോടും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവജനം ദൈവത്തെ ഉയർത്തിക്കൊണ്ടു പോയപ്പോൾ ദൈവജനത്തെ കളിയാക്കി വിളിച്ച പേരാ ക്രിസ്ത്യാനി. ക്രിസ്ത്യാനി. അപ്പൊ പലരും പറയാറുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. പലരുടെ വീട്ടിൽ ബൈബിളുണ്ട്, പലരുടെ വീട്ടിൽ അച്ഛൻ വരാറുണ്ട്, പലരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പാസ്റ്റർ വരാറുണ്ട്. പലരും പല സഭയുടെ അംഗത്വം പ്രാപിച്ചവരാ. പലരും കുടുംബത്തിന് വീടിനകത്ത് വലിയ പ്രാർത്ഥന വെക്കുന്നവരാ. ഇതൊന്നും വെച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരനോട് പറഞ്ഞ പോലെ സഹോദരനോട് പറഞ്ഞു, സ്തോത്രം, ആ സഹോദരന്റെ അടുത്ത് ചെന്ന് ഒരു ദൂത് പറയുക. ഒരാൾ ദൂത് പറഞ്ഞതാണ്. ഞാൻ ഓർക്കും, മനുഷ്യനെ ഇങ്ങനെയും പറ്റിക്കുന്ന കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. സ്തോത്രം. ആ സഹോദരിക്ക് ഒരു നന്മയില്ല, അനുഗ്രഹമില്ല. സഹോദരിയുടെ നന്മയില്ല, അനുഗ്രഹമില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെ ദൂത് പറഞ്ഞു കൊടുക്കുക. ആ സഹോദരി വസിക്കുന്ന അവിടെ വല്ലതും പള്ളിയോ അമ്പലമോ വല്ലതും ഉണ്ടോ? എനിക്കിങ്ങനെ വെളിപ്പെടുത്തി തരുന്നു. ആ പള്ളി അമ്പലം ഇല്ലാത്ത സ്ഥലമുണ്ടോ? പള്ളി അമ്പലം ഇല്ലാത്ത സ്ഥലമുണ്ടോ? അപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഉണ്ട്. അവർ പേടിച്ചു പോയി. അവരോട് ഞങ്ങൾ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്. അതാ അനുഗ്രഹത്തിന്റെ തടസ്സമുണ്ട്. വലിയ കാര്യത്തിൽ വന്ന് എന്നോട് പറയുക. ഞാൻ പറഞ്ഞ പൊട്ട. സ്തോത്രം. ഇങ്ങനെയെല്ലാം പറയാൻ പറ്റും. ഇതിനെല്ലാം മറുപടി പറയേണ്ടതാ. എടാ പൊട്ട, ആ പള്ളി അമ്പലം ഇല്ലാത്ത സ്ഥലങ്ങളില്ല. പള്ളി അമ്പലം ഇല്ലാത്ത സ്ഥലമില്ല. മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, സ്തോത്രം, അല്ലെ അമ്പലങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത സ്ഥലമില്ല. നമ്മളെല്ലാം ജാതികളും
എല്ലാവരുമായിട്ട് ഇടകേർന്നാ ജീവിക്കുന്നത്, അല്ലയോ? ബന്ധപ്പെട്ടാ ജീവിക്കുന്നത്. ഞാൻ വന്ന് നിന്റെ വീട്ടിൽ ഇനി പോപ്പ് വന്ന് താമസിച്ചെന്ന് പറഞ്ഞാലും, നീ പോപ്പിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. കാര്യം എന്തുവാ? ആദ്യം ഹൃദയത്തിന്റെ ചിന്തകളാ മാറേണ്ടത്. ഇങ്ങനെ ദൂത് പറയുമ്പോൾ അങ്ങോട്ട് തിരിച്ചു പറയണം, സഹോദര സഹോദരി ഇങ്ങനെ എന്നോട് പറയേണ്ട കാര്യം എന്തുവാ? ഞാൻ യേശുവിനെ ആരാധിക്കുന്നു, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന എന്റെ ഭവനത്തിനകത്ത് ആര് വരണമെന്ന് കർത്താവ് തീരുമാനിക്കുന്നത്. അപ്പൊ നീ എവിടെ മാറേണ്ടത്? എവിടെ മാറേണ്ടത്? പള്ളിയുള്ള ഏരിയ നിന്നാണ് മാറേണ്ടത്, പുരുഷനെ ഇരിക്കുന്ന ഏരിയ നിന്നാണ് മാറേണ്ടത്. നീ എവിടെ നിന്ന് മാറേണ്ടത്? നിന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ചിന്തകളിൽ നിന്നാണ് നീ മാറേണ്ടത്. മാറിയാലേ ആര് പ്രവർത്തിക്കത്തുള്ളൂ? ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എല്ലാ വീടുകളിലും ബൈബിളിൽ കൊണ്ട് അമയസ്തോത്രമാലേ ഒരു അംഗത്വം കൊണ്ട് പ്രാർത്ഥനയുണ്ടോ നമുക്ക് കാര്യമൊന്നുമില്ല. യഥാർത്ഥമായി നിന്റെ ഉള്ളു മാറിയാൽ മാത്രമേ ആർക്ക് മതി? കർത്താവിന് മതി. നേരത്തെ നമ്മൾ കേട്ടൊരു വചനമുണ്ട്, വചനം സാക്ഷ്യത്തിനകത്ത് പറഞ്ഞൊരു വചനമുണ്ട്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടതുവാ. യേശുവിനെ രുചിച്ചറിയുന്നവൻ ഭയപ്പെടത്തില്ല. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്ന് പറഞ്ഞാൽ നീ ഇരുട്ടിലായിരുന്നു. യേശുവിനെ നോക്കിയപ്പോൾ നീ പ്രകാശം നിറഞ്ഞവനായി. നിന്റെ മേൽ പിന്നെ ഇരുട്ടില്ല. അത് മനസ്സിലാക്കണം. ഞാൻ ദൈവത്തെ സ്വീകരിച്ചപ്പോ ആ മൺകൂടാരമായ ശരീരത്തിനകത്ത് കർത്താവായ യേശു രക്ഷിതാവായി എന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിച്ചപ്പോ, യേശു എന്റെ ഭവനത്തിന്റെ നായകൻ എന്ന് പറഞ്ഞ് ഞാൻ സ്വീകരിച്ചപ്പോ, യേശുവിന്റെ രക്തത്താൽ ഞാൻ കഴുകിയെന്ന് തിരഞ്ഞെടുത്തപ്പോ എന്റെ മേൽ പിന്നെന്തില്ല? ഇരുട്ടില്ല. ഞാൻ പ്രകാശിതനാണ്. എന്നെ കാണുന്നത് പ്രകാശിതനാവണം. ക്രിസ്തുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ നോക്കി പ്രകാശം പ്രാപിച്ചവരെ നോക്കി കാണുന്നവരെല്ലാം പ്രകാശിതരാവണം. അത്രയ്ക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ആർക്കുണ്ടാവണം? ദൈവമക്കളായി നമുക്കുണ്ടാവണം. ദൈവമക്കളായി നമുക്കുണ്ടാവണം. സ്തോത്രം. ദൈവത്തെ രുചിച്ചറിഞ്ഞവർ ദൈവമേ തന്നെ ഒരിക്കലും ഒരു പിശാചിനും ഒരു ശത്രുവിനും എന്ത് ചെയ്യാൻ പറ്റില്ല? തെറ്റിക്കുവാൻ കഴിയത്തില്ല. നീ ഏത് കോട്ടയ്ക്കകത്ത് പോയി താമസിച്ചാലും എവിടെ ഇരുന്നാലും സ്തോത്രമല്ല, ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തൊടുവാൻ കഴിയത്തില്ല. തൊടുവാൻ കഴിയത്തില്ല. തൊടുവാൻ കഴിയത്തില്ല. ഒരു മിലിറ്ററിയില് ജോലി ചെയ്യുന്ന ഒരാൾ, പാലക്കാട് ഞാൻ ഇരിക്കുന്ന സമയത്ത് മിലിറ്ററി ജോലിയുള്ള ഒരാൾ രക്ഷിക്കപ്പെട്ടു. ദൈവസ്ഥാനിക മിലിറ്ററിക്കാരൻ, ദൈവസ്ഥാനിക. അപ്പോഴേ സ്തോത്രം, യുദ്ധത്തിന്റെ ഒരു ഒരവസ്ഥയിൽ പുള്ളിക്കാരന് പോകണം, ഒരു സ്ഥലങ്ങളിൽ പോകണം. വന്നപ്പോ പുള്ളിക്കാരൻ കിടക്കുന്ന എവിടാന്നറിയാം? പുള്ളിക്കാരൻ ഈ മിലിറ്ററിക്കാർക്ക് ക്യാമ്പ് കൊടുത്തിരിക്കുന്നത് കിടക്കുന്നത് ക്ഷേത്രത്തിനാണ്. അപ്പൊ പുള്ളിക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, പക്ഷേ ഞാൻ ജോലി കളഞ്ഞിട്ട് വരട്ടെ, ഞാൻ നമ്മൾ ക്ഷേത്രത്തിനകത്ത് എന്ന് പറഞ്ഞു. നിങ്ങളെ ഹൃദയത്തിനകത്ത് കയറി ക്ഷേത്രം വസിച്ചില്ലല്ലോ. നിങ്ങൾ ഇരിക്കുന്നത് ക്ഷേത്രത്തിനകത്താണ്. നിങ്ങളെ ഹൃദയത്തിനകത്ത് ആരാ ഇരിക്കുന്നത്? യേശു ക്രിസ്തു. അപ്പോഴ് ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വേർവിട്ട് വ്യത്യസ്തമായ ഞാൻ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ജീവിതം നിങ്ങൾ കാണിക്കണം, ജീവിക്കണം. അതിനുവേണ്ടി ദൈവം കൊണ്ടുവിട്ടേ. സ്തോത്രം. ഒരു 2 ദിവസം കഴിയുമ്പോൾ പുള്ളി എന്നോട് വിളിച്ചു പറഞ്ഞു, എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്തുവാ? ഇവിടുന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തന്നിട്ടുണ്ട്, ബലം തന്നിട്ടുണ്ട്. കാര്യം ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ട് മറ്റടുത്ത ക്യാമ്പിലെല്ലാം ആകുമ്പോൾ ഒരുപാട് പണിയുണ്ടായിരുന്നു. ഇവിടെ ആകുമ്പോൾ ഒരു പണിയില്ല, ഇവിടെ റെസ്റ്റാണ്. പക്ഷെ ആ സമയത്തല്ല ഞാൻ എവിടുന്നാ പ്രാർത്ഥിക്കുന്നത്? ഇതിനകത്താ പ്രാർത്ഥിക്കുന്നത്. ഏത് സ്ഥലമെന്നല്ല, നമ്മുടെ ഹൃദയമാണ് മാറേണ്ടത്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ പുറമേ അല്ല, ഹൃദയം മാറണമെങ്കിൽ നിനക്ക് പുറമേ വരുന്ന വിഷയങ്ങളൊന്നും നിന്നെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഹൃദയം മാറാതെ ക്രിസ്തുവിനെ രുചിച്ചറിയാത്തൊരുത്തരാണെങ്കിൽ പുറമേ വരുന്ന വിഷയമെല്ലാം നിന്നെ ജയിച്ചു. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ട് ഒരു ദൂതിയാൻ പറയാം. സ്തോത്രം. നമ്മുടെ വീട്ടില് എമർജൻസി ലൈറ്റ് ഉണ്ട് അല്ലേ? എമർജൻസി ലൈറ്റ്. ആ ദൂത് എനിക്ക് വെളിപ്പെട്ട ഭയങ്കര സന്തോഷം തോന്നി. എമർജൻസി ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റിന് നല്ല വെട്ടമാണ്. കറണ്ട് പോകുമ്പോഴും പ്രയോജനപ്പെടുത്തുന്നത്, കറണ്ട് പോകുമ്പോൾ നമുക്ക് വെളിച്ചം നൽകുന്നത്, നമ്മളെ വീട്ടിനകത്ത് ഒരു ആശ്വാസം തരുന്ന സാധനമാണ്. എന്തുവാ? എമർജൻസി ലൈറ്റ്. ആ വെട്ടം തരുന്നത്. പക്ഷേ നല്ല ബാറ്ററി ഉണ്ട്, നല്ല ലൈറ്റിന്റെ ബൾബുണ്ട്, നല്ല LED ബൾബുകളെല്ലാം കത്തുന്നതാ, എല്ലാം ശരിയാണ്. പക്ഷെ ഇതിനൊരു സമയമുണ്ട്. സമയം കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ വെട്ടം കുറഞ്ഞു. പിന്നെന്ത് ചെയ്യണം? ഇതിനെ ചാർജ് ചെയ്യുമ്പോൾ പഴയ പോലെ പിന്നെ വരും. ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതേപോലെ ദൈവമക്കൾ, നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ചാർജ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കത്താൻ പറ്റൂ. അല്ലാതെ ഞാൻ ഒരു വട്ടം ചാർജ് ആയെന്ന് പറഞ്ഞിട്ട്
ചാർജ് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാണാനെല്ലാം ഭംഗിയാണെന്നുള്ളൂ, നിന്നെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. നിന്നെ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ചാർജ് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ജാതി ചെയ്യുന്നതാ സൺഡേ സർവീസ്, ഇടയ്ക്കിടയ്ക്ക് ജാതി ചെയ്യുന്നതാ പ്രാർത്ഥനകൾ, ഇടയ്ക്കിടയ്ക്ക് ജാതി ചെയ്യുന്നതാ ബൈബിൾ വായന, ഇടയ്ക്കിടയ്ക്ക് ജാതി ചെയ്യുന്നതാ ദൈവമായിട്ടുള്ള ബന്ധം. ഇതെല്ലാം നമ്മൾ ചാർജ് ചെയ്യുമ്പോഴേ നമുക്ക് ഇരട്ടിയായിട്ട് കത്തും. കത്താല ആര് വിളിച്ചിരിക്കുന്നത്? കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഇരുട്ടി കിടക്കാനല്ല വിളിച്ചത്. ഇരുട്ടിന്നായിരുന്നു നമ്മൾ ആരുടെ വന്നത്? ദൈവത്തിന്റെ സന്നി വന്നത്. ഇനി എന്ത് ചെയ്തോണം? കത്തിക്കോണം. ഇരുട്ടിലിരിക്കാനല്ല ദൈവം വിളിച്ചേക്കുന്നത്, കത്താന. അല്ലാതെ ദൈവം ഇതെല്ലാം തന്നിട്ട് ഇതിനെ ചാർജ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചു കാലം കഴിയുമെങ്കിലും ബാറ്ററി അങ്ങ് നശിച്ചു പോകും. ഇത് ബാറ്ററി നശിക്കാതിരിക്കണമെങ്കിൽ എനർജി നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ചാർജ് ആയിട്ട് പോകുന്നതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കണം. അതേപോലെ ദൈവമക്കളെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിച്ചെടുത്താൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആർക്ക് പ്രാപിക്കാൻ പറ്റൂ? ദൈവജനമായ നമുക്ക് പ്രാപിക്കാൻ പറ്റൂ. ദൈവത്തെ രുചിച്ചറിഞ്ഞവനെ ഒരു ശത്രുവിനും ഒരു ഭീതിക്കും അവനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് ദൈവത്തെ രുചിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നത്. കർത്താവ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സ്തോത്രം. മണം കൊണ്ടോ അവൻ കാഴ്ച കൊണ്ടോ അല്ല, നീ രുചിച്ചറിയാനാ പറഞ്ഞിരിക്കുന്ന കർത്താവിനെ. കാഴ്ച കൊണ്ട് കണ്ടിട്ട് പോകാനല്ല ദൈവം വിളിച്ചേക്കുന്നത്, കേട്ടിട്ട് പോകാനല്ല വിളിച്ചേക്കുന്നത്. നമ്മളെ ജീവിതം കൊണ്ട് ആരെ രുചിച്ചറിഞ്ഞോ? കർത്താവിനെ രുചിച്ചറിഞ്ഞോ? സ്തോത്രം. അതേപോലെ തന്നെ ഒരു കാര്യം ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. അത് പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ ബലം പ്രാപിക്കേണ്ടത് കാര്യം. നമ്മളെ ഭവനത്തിനകത്ത് ഒരാൾക്ക് രോഗം വന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം അത് ക്ഷീണം, പ്രയാസം, അല്ലയോ? പല കാര്യത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യത്തില്ല? ഒരു മനസ്സ് തുറക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്ഷീണം. ആ രോഗം അദ്ദേഹത്തിൽ നിന്ന് മാറിയാലേ നമ്മളെ കുടുംബത്തിനകത്ത് എന്ത് വരത്തുള്ളൂ? സ്തോത്രം, സന്തോഷം വരത്തുള്ളൂ. അപ്പൊ രോഗം ആരാ കൊണ്ടുവച്ചിരിക്കുന്നത്? നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ വേണ്ടി ആര് കൊണ്ടുവച്ചിരിക്കുന്ന? പിശാച് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പൊ ആ രോഗത്തെ ജയിക്കണം. ഇന്ന് പകല് സ്തോത്രം ചിന്താമണിയാണ്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ ബന്ധനം പൊട്ടിക്കാൻ പോവുക. കൂടെ കൊണ്ടുവന്ന് ശരീരത്തെയും മനസ്സിനെയും ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന, അവയെ തകർക്കുമെന്ന് പറയുന്ന, ആരാധനയിൽ നാം മുടക്കം വരുത്തുന്ന, അവയെ ആരാധിക്കുന്ന മറ്റുള്ളവരോട് ക്ഷീണിപ്പിക്കുന്ന ആ ദുഷ്ട പിശാചിന്റെ തന്ത്രത്തെ, അവന്റെ പ്ലാനുകളെ, അവന്റെ ആപരാധങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിൽ അയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ആ രോഗ സൗഖ്യം ഇപ്പോൾ ആ ശരീരത്തിനകത്ത് വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, അടിപ്പിടാനുള്ള സൗഖ്യം, അത്ഭുതങ്ങൾ, കർത്താവിന്റെ ഹീൽ ആ ശരീരത്തിനകത്ത് ഒത്തിരി ഓരോ നാഡീ നരമ്പുകളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരമോടെ തുടർന്ന് അതിനെതിരെ നിൽക്കുന്ന എല്ലാ ശത്രുയുടെ മുഖവും യേശുവിന്റെ നാമത്തിൽ അഴിയുന്നത്. ഇപ്പോ ഈ നിമിഷം ആ ദൈവത്തിന്റെ ഹീൽ വെളിപ്പെടുത്തും. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്ന സ്തോത്രം. അപ്പൊ ഒരു ഭവനത്തിനകത്ത് ഒരാൾക്ക് രോഗം വന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു ക്ഷീണമാണ്, പ്രയാസമാണ്, തടസ്സമാണ്. അപ്പൊ പ്രാർത്ഥിച്ചോ, എന്റെ കുടുംബത്തെ ഈ ഒരാഴ്ച കാലം ദൈവം പരിപാലിക്കണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ തിങ്കളാഴ്ച പകലും രാത്രി എനിക്കും എന്റെ കുടുംബത്തിനും അനുഗ്രഹമാകണം. ചൊവ്വാഴ്ച കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ പകലും രാത്രിയും എനിക്കും എന്റെ കുടുംബത്തിനും അനുഗ്രഹമാവണം. കർത്താവ് വരുന്ന ബുധനാഴ്ച പകല് അഭികാലിക എനിക്കും എന്റെ ഭവനത്തിലെ ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി തീരണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ എന്റെ സഭയുടെ കൂട്ട് ദൈവമക്കൾക്ക് അനുഗ്രഹമായി തീരണം. അങ്ങോട്ട് ദൈവമക്കളെ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. വരുന്ന വ്യാഴാഴ്ച രാവും പകലും എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കൂട്ട് സഭയ്ക്കും എന്റെ കൂട്ട് സഹോദരങ്ങൾക്കും ഒരു അനുഗ്രഹത്തിന്റെ പകലും രാത്രിയുമായി തീരണം. വരുന്ന വെള്ളിയാഴ്ച പകല് രാത്രിയും എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സഭ ദൈവജനത്തിനും ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹപ്പെട്ട ദിവസമായി തീരണം. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വരുന്ന ശനിയാഴ്ച ദിവസം രാവും പകലും എനിക്കും എന്റെ കുടുംബത്തിനും കൂട്ട് സഹോദരങ്ങൾ
ദൈവമായി തീരണം, ദൈവപ്രകാരം അഭിഷേകം ചെയ്യണം. ഞായറാഴ്ച എന്നെ ദൈവത്തെ ആരാധിക്കണം, എനിക്ക് ചാർജ് ആവണം, എനിക്കൊന്ന് ചാർജായി പുറത്തു വരണം, എന്നെ അതിന്മേൽ ബന്ധിക്കുന്ന ബന്ധനത്തിൽ എനിക്ക് ജയിക്കുവാൻ കഴിയണം. ഈ ഞായറാഴ്ച മുതൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അടുത്ത ഞായറാഴ്ച വരെ നിന്റെ കുടുംബത്തെ നിന്റെ കുടുംബത്തിനകത്ത് നന്മ അനുഗ്രഹങ്ങളെ പകർന്ന് അത്ഭുതങ്ങൾ മലയാളങ്ങൾ പകർന്ന് കരുതുന്ന ദൈവത്തെയാ നീ ആരാധിക്കുന്നത്. അതുപോലെ ആ ദൈവം നിന്റെ കുടുംബത്തെ കരുതും, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. മാറ്റമില്ലാത്ത അനുഗ്രഹങ്ങളെ പകർന്ന ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴേ, സ്തോത്രം ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവസേനയിൽ ഇരുന്നപ്പോൾ ഞാൻ ദൈവസേനയിൽ വരുന്ന മുമ്പേ ലോകപരമായി എല്ലാം ജീവിച്ച വ്യക്തിയാണ്. ദൈവസേനയിൽ വരുന്ന മുമ്പേ ഞാൻ ലോകപരമായി ജീവിച്ചൊരു വ്യക്തി. ഞാൻ കർത്താവിന്റെ സന്നിധി വന്നപ്പോഴും ഞാൻ ദൈവസേനയിൽ സത്യം പറയാമെങ്കിൽ ഈ എല്ലാവരും കാണിക്കുന്ന പോലെ എല്ലാം ഒന്ന് കൂട്ടിക്കുഴച്ച് എല്ലാം കൊണ്ടുപോകാൻ ഞാനും ആഗ്രഹിച്ചു. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. ഞാൻ ഓർത്ത് അവരെല്ലാം പോകുന്നല്ലോ, അവർക്കൊന്നും ഒന്നിനും ഒരു പ്രശ്നമില്ല, എല്ലാത്തിലും അവർ ഹാപ്പിയാണ്, എവിടെ ചെന്നാലും ഹാപ്പിയാണ്, രാഷ്ട്രീയക്കാരുടെ ഹാപ്പിയാണ്, രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധമുണ്ട്, ലോകപരമായുള്ള ബന്ധമുണ്ട്, ഇവരെല്ലാവർക്കും ഹാപ്പിയാണ്. സ്തോത്രം. അപ്പൊ ഞാൻ ഓർത്ത് ഞാനും ഇതേപോലെല്ലാം എന്ത് ചെയ്താൽ മതി, പോയാൽ മതി. സ്തോത്രമാലിയ വലിയ മെഗാ ചർച്ചെല്ലാം പോലെ ആക്കാം, ചർച്ചിനെ ആക്കണം. സ്തോത്രമാലിയ ബെൻസുകാരെല്ലാം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണം. ഇതെല്ലാം ആഗ്രഹിച്ചത് സ്തോത്രം. ഇതെല്ലാം ആഗ്രഹിച്ച് മനസ്സിൽ വെച്ചിട്ട് ദൈവത്തിന്റെ വചനമെല്ലാം ശുശ്രൂഷിക്കുവാനെല്ലാം പലപ്പോഴും സ്റ്റേജിനകത്ത് ഒന്ന് കേറിയിട്ടുള്ളൂ. ഒന്ന് സൂപ്പിച്ചെല്ലാം വിടാതെ ഓർത്താ കേറുന്നത്. പക്ഷെ അകത്ത് ചെന്ന് കയറി കഴിയുമ്പോൾ സൂപ്പിയെല്ലാം മാറും. നേരെ തിരുവചനം കൊണ്ട് വെളിപ്പെടാൻ തുടങ്ങി. ഞാൻ ഓർക്ക് കർത്താവെ കഴിഞ്ഞ ദിവസം റൂമിൽ ഇരുന്ന് വായിച്ചപ്പോൾ ഞാൻ അഗ്രിമെന്റ് വെച്ച രീതിയിലുള്ള വെളിപ്പാടെന്ന് പറഞ്ഞല്ലോ തരുന്നത്, ഇതിനകത്ത് വേറെ വെളിപ്പാടാണ്. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആ പരിപാടി പറ്റത്തില്ല. എന്റെ റൂട്ട് അതല്ല. കാര്യം എന്തുവാ, എന്റെ ഉള്ളിൽ കിടക്കുന്ന ആഡംബരങ്ങളെല്ലാം ആരെടുത്ത് കളഞ്ഞു? കർത്താവ് എടുത്ത് കളഞ്ഞു. ആഡംബരം ഉണ്ടായിരുന്നു. സ്തോത്രമല്ല, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിനകത്ത് എന്റെ ബന്ധുക്കൾ, സ്വന്തക്കാരുടെ എല്ലാം മേളിൽ അവരുപയോഗിക്കുന്നതിലും എല്ലാം മേളിലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഭവനം അതേപോലെ ആഗ്രഹിച്ചു, വാഹനം അതേപോലെ ആഗ്രഹിച്ചു, ബന്ധങ്ങൾ അപ്രകാരം ആഗ്രഹിച്ചു. ആ ബന്ധങ്ങളും ആ ഭവനം എല്ലാം ആഗ്രഹിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ദൈവം ഇതെല്ലാം എന്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചപ്പോൾ ഇപ്പൊ ഇതിനോടൊന്നും എന്തില്ല, ഒരു ഭ്രമവും. പലരും എന്നോട് ചോദിക്കും, അത് വേണ്ടായോ, വീട് വേണ്ടായോ? വീട് അത്യാവശ്യമല്ലയോ? ഭ്രമമില്ല. കാര്യം ഇതിനോടൊന്നും ഭ്രമമില്ലാതാക്കി ആരുമാക്കി? കർത്താവാക്കി. ഇപ്പൊ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അതിന് ഞാനൊരു ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തോട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം ഉപയോഗിക്കാൻ താല്പര്യമില്ല. ഞാൻ അതിനകത്ത് ഒതുങ്ങി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. പലരും എന്നോട് പറയാം അതല്ല, അതിന്റെ അപ്പുറത്തെ വേണമെന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ പറയാം അതെനിക്ക് വേണ്ട, എനിക്ക് അതിനകത്ത് താഴെയുള്ളത് മതി. കാര്യം എന്തുവാ, ദൈവം എനിക്കൊരു ലിമിറ്റ് ഇട്ടിട്ടുള്ളൂ, ഒരു വേലി അടിച്ചിട്ടുള്ളൂ. പല കാര്യത്തിലാണ് ഒരു വാഹനം തിരഞ്ഞെടുത്താൽ, ഒരു വീട് തിരഞ്ഞെടുത്താൽ എല്ലാത്തിനും ഒരു വേലി വെച്ചിട്ടുണ്ട്. അപ്പോഴെനിക്കിത് ഒരു കാര്യം മനസ്സിലായി, പഴയ മനുഷ്യൻ പോയി. പഴയ കർത്താവിനെ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ പോയി. എന്റെ മേൽ എന്ത് വന്നു? ദൈവത്തിന് പ്രാധാന്യമായിട്ടു. അതിന്റെ കാര്യം നേരത്തെ പറഞ്ഞ വചനത്തിനകത്ത് പറഞ്ഞതുപോലെ രുചിച്ചറിയാൻ തുടങ്ങിയപ്പോൾ, യേശുവിനെ രുചിച്ചറിയാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, ഞാൻ ഓർക്കും ഏറ്റവും രാജകീയമായിട്ട് ജീവിക്കേണ്ടത് ആരായിരുന്നു ഈ ലോകത്തിൽ? ഏറ്റവും ആഡംബരത്തോടെ ഏറ്റവും രാജകീയമായിട്ട് ജീവിക്കേണ്ട വ്യക്തി ആരായിരുന്നു ഈ ലോകത്തിൽ? ആരായിരുന്നു ജീവിക്കേണ്ടത്? യേശു കർത്താവ്. 33 കൊല്ലം രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ടവൻ, രാജകൊട്ടാരത്തിൽ ജനിക്കേണ്ട വ്യക്തിയാണ്. ജനിച്ചത് എവിടാ? ഒരു ശക്തമായിട്ട് പറ. കാൽത്തൊഴുത്തിലും അല്ല മക്കളെ ജനിച്ചത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വന്നപ്പോൾ കാൽത്തൊഴുത്തി കുഞ്ഞിനെ കൊണ്ട് കിടത്തിയെന്ന് പറഞ്ഞേ. അപ്പൊ വഴിയരികില പ്രസവിച്ചത്. ഞാൻ ഓർപ്പം മറിയുടെ തീക്ഷ്ണത കാണുക, യോസേഫിന്റെ തീക്ഷ്ണത കാണുക. അങ്ങോട്ട് പറയുക,
കർത്താവേ, ഇത് അങ്ങ് തന്ന കുഞ്ഞാ, പരിശുദ്ധാത്മാവിനാൽ ജനിച്ച കുഞ്ഞാ, ഗബ്രിയേൽ ദൂതൻ എന്ന് പറഞ്ഞ ദൂത. ഞാൻ വഴിയിലാണ് പ്രസംഗിക്കേണ്ടത്, ഞാൻ വഴിയിലാണ് പ്രസംഗിക്കേണ്ടത്. നമ്മളതേ പറയത്തില്ലേ? നമ്മളിപ്പോഴാണ് ഇത് ഗുരുവാ. നമ്മൾ ഇച്ചിരി ദൈവത്തെ ഒന്ന് കൈകൊട്ടി ആരാധിച്ചപ്പോൾ ഇച്ചിരി അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോഴേ പിന്നെ കർത്താവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ കർത്താവെ തന്ന? എന്താ കർത്താവെ തന്ന? ഞാൻ ദൈവത്തിന്റെ മക്കളല്ലയോ? മക്കളെന്ന് പറയാൻ എന്തോ യോഗ്യതയോ ഇല്ലയോ? ചിരിയെല്ലാം തന്നിട്ട് പോലും നമ്മൾ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ ഞാൻ ഓർത്ത മറിയയ്ക്ക് ദർശനം കിട്ടിയോ? ദർശനം ഉറപ്പിച്ചത് എങ്ങനെയാ? ദർശനം ഉറപ്പിച്ചത് റാഹേൽ ഉദരത്തിനകത്ത് മച്ചിയായിരുന്നവൾ പ്രസവിച്ചു. ആമേൻ. ഉദരത്തിനകത്ത് കുഞ്ഞുണ്ടായി. ആരുണ്ടായി? യോഹന്നാനുണ്ടായി. അത് കാണിച്ചു കൊടുത്തു. മറിയ ദൈവിക അനുഗ്രഹം പ്രാപിച്ച്, ദൈവിക വെളിപ്പാട് പ്രാപിച്ച മറിയ, സ്തോത്രം, റാഹേലിന്റെ ഭവനത്തിനകത്ത് നിന്ന് ഒരു സ്തുതി വന്നപ്പോഴേ അകത്തിരുന്ന കുഞ്ഞു തുള്ളി, ഉദരത്തിനകത്തിരുന്ന തുള്ളി. അവളുമായുള്ള പവർ നോക്കുക, ദൈവം കൊടുത്തിരിക്കുന്ന പവർ കൊടുക്കുക. കാര്യം ദൈവത്തിന്റെ മാതാവാകാൻ പോവാ. ദൈവത്തിന്റെ മാതാവാകുമ്പോൾ കന്യകയായ സ്ത്രീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, ദൂത് കേട്ട് വന്നു, ദൈവത്തിന്റെ മാതാവായി തീരാൻ പോവാ. ആ മാതാവിന്റെ ഉള്ളത്തിനകത്തിരിക്കുന്ന യേശുവിന് വഴിയൊരുക്കുന്നവനാ അടുത്ത റാഹേലിന്റെ ഉദരത്തിനകത്തിരിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്നാനം എന്തെന്ന് പഠിപ്പിക്കുന്നവനാ. യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ജനിച്ചതാണ്. ആ സ്നാന ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി മാത്രം ജനിച്ചവനാ. ഞാൻ ഓർക്കും മറിയ അവിടെ ഏറ്റവും കൂടുതൽ വെലസന്റെ ആരാ? ഈ ലോകത്തിൽ വെലസന്റെ 33 വയസ്സ് വെലസന്റെ ആളാ കർത്താവ് യേശുവിന്റെ ദാസരൂപം സൃഷ്ടിച്ചു. ഏറ്റവും താഴ്ന്ന കുടുംബത്തിനകത്ത് ജനിച്ചു. വഴി അമ്പലത്തിൽ സ്ഥലമില്ലാതെ വന്നപ്പോൾ പ്രസവിച്ച് വേദനഭൂമിയിൽ എന്ന് പറഞ്ഞാൽ കാലിത്തൊഴുത്തിനകത്തോട് കിടന്നു. ഒരു എഴുത്തിനകത്ത് അഭയം പ്രാപിച്ചു. സ്തോത്രം. ആ 33 കൊല്ലം നമ്മുടെ മധ്യയിൽ ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ല. എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവിന് വേണ്ടി ജീവിച്ചു കാണിച്ചു. വചനത്തിനകത്ത് ഒരു ദൈവവേദന ഇങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്ന് യേശു പറഞ്ഞു, എന്നെ നോക്കി ഇറങ്ങാൻ പറഞ്ഞു. കർത്താവിനെ നോക്കി ഇറങ്ങിയവരാരെങ്കിലും പരിഹസിക്കപ്പെട്ടിട്ടുണ്ടോ? നിന്ദിക്കപ്പെട്ടിട്ടുണ്ടോ? അപമാനപ്പെട്ടിട്ടുണ്ടോ? യേശുവിനെ നോക്കി ആരും അപമാനപ്പെടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. യേശുവിനെ നോക്കാതെ ഓടിയിട്ടുണ്ട് അപമാനം അനുഭവിച്ചത്. അവിടെയില്ല ഇവിടെയില്ലെന്ന് പറഞ്ഞ് ചാടി നടക്കുന്നവരുണ്ടല്ലോ. ആമികാലം ഒരു വിത്ത് വന്ന് മുള്ളിനിടയിൽ വീണ വിത്തുണ്ടല്ലോ. ആ മുള്ളിനിടയിൽ വീണ വിത്തിന് ഒരിക്കലും ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? മുള്ളും വിത്തുമായിട്ട് ഞെരുങ്ങും. സ്തോത്രം. യേശുവിനെ യഥാർത്ഥമായി കണ്ട് തിരിഞ്ഞ് യേശുവിനെ നോക്കി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ ഭവനം ലജ്ജിപ്പിക്കുവാൻ ആരും സമ്മതിക്കത്തില്ല. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പകരം ഒന്നുകൂടെ ഓർമ്മിക്കുക. നമ്മളെ കുടുംബത്തിനകത്ത് ഒരാൾ രക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ കർത്താവേ അവർ ദൈവസന്നിധി വരണമെന്നല്ല, ഞാൻ അനുഭവിച്ചതിലും ഇരട്ടിയായിട്ട് അവർ ദൈവത്തെ രുചിച്ചറിഞ്ഞ് വരണമെന്നേ പ്രാർത്ഥിക്കാവൂ. സ്തോത്രം. ദൈവം കൊടുത്തരും ചിലപ്പോ, പക്ഷെ എന്ത് ചെയ്യത്തില്ല? ഒരു പ്രയോജനമില്ല. ദൈവം കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു പ്രയോജനം നടത്തില്ല. സ്തോത്രം. അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. എന്ത് പറയണം? ദൈവമേ, ഞാൻ രുചിച്ചറിഞ്ഞതിലും ഇരട്ടിയായിട്ട് കർത്താവിനെ അവർ രുചിച്ചറിയണം. ആ രീതി അവരെ ദൈവം കൊണ്ടുവരണം. അങ്ങനെ വന്നതാ. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. താമസം മതി. നമുക്കധികം ധൃതിയൊന്നും വേണ്ട. താമസം വന്നാൽ മതി. കർത്താവിന് സമയത്ത് എത്തിയാൽ മതി. കർത്താവ് എല്ലാത്തിനും സമയം വെച്ചിട്ടുണ്ട്. വിതപ്പാൻ, കൊയ്യാൻ, അവയെ അനുഭവിക്കാൻ എല്ലാം ഒരു വർഷം സമയങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് വന്നാൽ മതി. എങ്കിലും നമുക്ക് സാക്ഷി പറയാൻ പറ്റുന്നത്. സാക്ഷി പറയാം. ഞാൻ മകളാമണിയെ ദൈവത്തെ സ്തുതിക്കുമോ? നിന്ദിച്ചവരും പരിഹസിച്ചവരും അവരുടെ മധ്യേ ആ 2 കുഞ്ഞുങ്ങളും അനുഗ്രഹപ്പെടത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞെടുത്ത് 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചില്ലയോ? ആ അനുഗ്രഹത്തിന്റെ മധ്യേ അവയെ സ്തോത്രം ദുബായ്ക്കാരിയായിട്ട് പോയിട്ട് വന്നില്ലയോ? ദൈവം മാനിച്ചില്ലയോ? അപ്പൊ ആ ദൈവത്തിന്റെ പദ്ധതി ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നു. നമ്മുടെ എല്ലാ വിഷയത്തിനകത്തും ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. ഇന്ന് പകലോർത്തു ഒരു വിഷയത്തിനകത്ത് ഒരു ആഗ്രഹം ദൈവം മറന്നു പോകത്തില്ല. ദൈവം നിവർത്തിയാക്കി തരും. അത് ഏതാഗ്രഹമായാലും കർത്താവ് പറയുക, അത് നിവർത്തിയാക്കി തരും. നീ മറന്നാലും ആരും മറക്കത്തില്ല, കർത്താവ് മറക്കത്തില്ല. പക്ഷേ നീ ദൈവസ്ഥനെ എന്ത് ചെയ്യണം? വിശ്വസ്തത പാലിക്കണം. നീ ദൈവത്തെ രുചിച്ചറിഞ്ഞോണം. നിന്നെ ആരൊക്കെ കൈവിടും? നിന്റെ ഭവനത്തിലുള്ളവർ നിന്നെ തള്ളി പറയും,
നിന്റെ മാതാപിതാക്കൾ നിന്നെ തള്ളിപ്പറയും, സഹോദരങ്ങൾ നിന്നെ തള്ളിപ്പറയും, നിന്റെ മക്കൾ നിന്നെ തള്ളിപ്പറയും, നിന്റെ അപ്പനും അമ്മയെ തള്ളിപ്പറയും. പക്ഷേ നീ അതൊന്നും നോക്കാതെ യേശുവിനെ മാത്രം നോക്കി ഓടുന്ന ദൈവമാണെങ്കിൽ നിശ്ചയമായി ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ നിശ്ചയമായി അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ സത്യവചനത്തിനകത്ത് കയറി കഴിയുമ്പോൾ എനിക്കിതെല്ലാം എൻ്റെ ഉള്ളത്തിൽ എടുത്ത് ആദ്യം കളഞ്ഞിട്ട് എന്നെ വെറും നിസ്സാരനാക്കി തന്നു. എന്നിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല, ഇതൊന്നും എത്തിക്കത്തില്ലെന്ന് മനസ്സിലായി. ഇന്ന് ഈ ഇങ്ങനെ കൊണ്ടുപോകുന്ന പലരുമാണ് കർത്താവിന്റെ നാമത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കർത്താവിന്റെ നാമത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാള് ഒരു മന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിനകത്ത് കർത്താവിന്റെ നാമത്തെ ദുഷിക്കുന്നു. ഈ ബാധ ഒഴിഞ്ഞു മാറട്ടെ, അത് മൊത്തം ബാധയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് ഒരു നല്ലതില്ല, അതിനകത്ത് മൊത്തം ബാധയാണ്. അതിനെ ഒഴിഞ്ഞു വന്ന് നീ പ്രാർത്ഥിക്കണ്ട, അവ ഒഴിഞ്ഞു പോകത്തില്ല. ആ ബാധ ഉണ്ടെങ്കിലേ അവന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അവൻ ഒരിക്കലും നിന്റേതല്ല, നിനക്ക് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സാധനമല്ല, നീ മാറ്റി നിർത്തിക്കും. സ്തോത്രം, അത് മൊത്തം ബാധയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ബാധയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി എന്നേക്കുന്നത് അതിനെ നിന്റെ അടുത്ത് അടുപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, നിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ വേറെ രണ്ടൊന്ന് വാക്ക് ഉപയോഗിച്ച് നീ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇതങ്ങ് ഇളക്കുക. സ്തോത്രം, ഇളക്കുക. മക്കളെ, സ്തോത്രം, പ്രാർത്ഥിക്കുന്നതിനെല്ലാം വ്യവസ്ഥയുണ്ട്. നിനക്ക് കിട്ടിയിരിക്കുന്ന വിലയേറിയ മുദ്രയെ കൊണ്ട് എന്തും ഇവിടെ കളയല്ലേ, പന്നിക്കൂട്ടത്തിൽ കൊണ്ട് കളയല്ലേ. നീ പാപം ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ നീ നിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും. നീ അതിനെ ജയിച്ചോണം, എങ്കിലേ ആരുണ്ടാവും? കർത്താവ് ഉണ്ടാവും. നിനക്ക് ചിലപ്പം മന്ത്രിമാരുമായിട്ട് പരിചയം കാണത്തില്ല, രാഷ്ട്രീയക്കാരുമായിട്ട് പരിചയം കാണത്തില്ല, ധനവാന്മാരുമായിട്ട് പരിചയം കാണത്തില്ല. നിനക്ക് പരിചയമുള്ളതെല്ലാം ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാരോടാണ്. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അവരടുത്തോട്ട് ആര് വന്നത്? ദൈവം വന്നത്. ദൈവം ദാരിദ്ര്യത്തിലാണ് ജനിച്ച്, ദാരിദ്ര്യത്തിലോട്ട് തന്നെ കർത്താവ് വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് വന്നത്, കർത്താവ് സ്തോത്രം ഒരു യാത്ര ചെയ്യുവാൻ കാലം തെരഞ്ഞെടുത്ത മൃഗം പോലും കഴുതുക, അല്ലാതെ ഒരു കുതിരയോ ആനയോ അല്ലെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, അങ്ങനെ ശ്രേഷ്ഠമായ ഒന്നിനെയോ അല്ല. എല്ലാവരും തഴഞ്ഞു കളഞ്ഞ സ്തോത്രം, നിന്റെ ബുദ്ധി കഴുതേ പോലാണോ എന്ന് പറഞ്ഞ് നമ്മൾ പരിഹസിക്കുന്ന ഒരു മൃഗത്തെ ആരെടുത്തത്? കർത്താവ് എടുത്തത്. സ്തോത്രം, ഓർത്തോണം, കർത്താവ് എടുക്കുന്നതെല്ലാം ശ്രേഷ്ഠമായത്. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ വേണ്ടി ഒരു കഴുതയുടെ അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മളെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ നമ്മുടെ അവസ്ഥ മാറി. ഇന്ന് പകലോർത്തു. സ്തോത്രം, ദൈവത്തിന് വേണ്ടി എങ്ങനെ നിൽക്കണം? ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 21 മുതലൊന്ന് വായിക്കാം. 20 വാക്യം മുതലൊന്ന് വായിക്കാം. നിങ്ങളിൽ പറയുന്നത് നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. സ്തോത്രം, ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് എന്റെ ഉള്ളിൽ ആഗ്രഹമല്ലാതായിരുന്നു. കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഇതെല്ലാം ആയിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എന്റെ ഉള്ളിനകത്ത് പറയിപ്പിക്കുന്നത് എന്റെ ആഗ്രഹമൊന്നുമല്ല, ദൈവത്തിന്റെ ആഗ്രഹം. കാര്യം എന്തുവാ? ദൈവത്തിന് ചിലത് പണിയുവാനുണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസ് എന്ന് പറയുന്ന സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ വൃദ്ധൻ, റോമ പൗരത്വമുള്ളവനാ, ജനനം കൊണ്ട് റോമ പൗരത്വമുള്ളവനാ, അധികാരമുള്ളവനാ. അവൻ ദൈവത്തിന്റെ സന്നിധി വന്നപ്പോൾ അവൻ സകലതും വിട്ട് വെറും ദാസത്തിന്റെ സ്തോത്രം, ഒരു ദാസൻ എങ്ങനെ ജീവിക്കുന്നത് ആ രീതിയിലേക്ക് അവൻ മാറി. അവന്റെ പൗരത്വം വിട്ടു, അവന്റെ സുഖങ്ങൾ വിട്ടു, എല്ലാം വിട്ടു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവസാനം ഒരു വാടക വീടിനകത്ത് അവൻ കഴിഞ്ഞു. സ്തോത്രം, കാര്യം അവന് യേശുവിനെ രുചിച്ചറിഞ്ഞപ്പോ അവന് മനസ്സിലായി ഈ അധികാരമോ ഈ പ്രതാപമോ ഒന്നുമല്ല, അതിനപ്പുറത്തില ദൈവത്തിന്റെ സ്നേഹം, അതിനപ്പുറത്തില ദൈവം വെച്ചിരിക്കുന്ന വാസസ്ഥലം. അതാ ഞാൻ പ്രാപിക്കേണ്ടത് ഈ ഭൂമിയിൽ. ആ കാഴ്ചപ്പാട് വന്നു. ഇത് പ്രിയ ദൈവമക്കളെ, പല ദൈവമക്കളുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും വസിക്കുന്നത്. മറ്റു മനുഷ്യരെ, മറ്റു സഭയെ നോക്കി അല്ല നമ്മൾ ഓടുന്നത്. യേശു ക്രിസ്തുവിനെ നോക്കി ഓടുന്നവന്, യേശുവിനെ രുചിച്ചറിഞ്ഞു നോക്കി ഓടുന്നവന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കാഴ്ചപ്പാട് നഷ്ടപ്പെടത്തില്ല. അവന് ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയും. പറയുക സ്തോത്രം, നിന്റെ വായിൽ ഞാൻ തരുന്ന വാക്കുകൾ നിന്റേതല്ല, ദൈവത്തിന്റെ ആത്മാവത്രേ നിന്നെ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ നാവിൽ സംസാരിക്കേണ്ടതല്ല എന്തായിരിക്കണം? എന്റെ ബുദ്ധിന്നോ എന്റെ ചിന്തകളിന്നോ എന്റെ ബന്ധങ്ങളിന്നോ വരുന്നതല്ല, എന്റെ മേൽ വസിക്കുന്ന യേശുവിന്റെ നാമത്തിലായിരിക്കണം ഞാൻ സംസാരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. വാക്യം, സഹോദരൻ സഹോദരനെയും അപ്പൻ മക്കളെയും മരണത്തിന് ഏൽപ്പിക്കും.
അപ്പോൾ നമ്മൾ പറയൂ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എങ്കിലും എൻ്റെ വീട്ടുകാർ വരെ എനിക്ക് എതിരാണ്. ഉണ്ടാവും. ആര് പറഞ്ഞു? കാര്യം എന്തുവാ? നീ സത്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വീട്ടുകാരൻ നിനക്ക് എതിരാവും. നിന്റെ വീട്ടുകാരൻ എനിക്ക് എതിരാവും. സ്തോത്രം. നീ അവരുടെ പാപത്തിനനുസരിച്ച് നിന്നാൽ അവർക്ക് നിന്നോട് സ്നേഹം ഉണ്ടാവും. അത് അനുഭവിക്കുന്ന വ്യക്തിയെ ഞാൻ. എന്നോട് എന്റെ കുടുംബക്കാർക്കും ചർച്ചക്കാർക്കും ദേഷ്യം വരുന്നെന്തുവാ? ഞാൻ സത്യം പറയുന്നത് കൊണ്ടാണ്. ദൈവവചനത്തെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞ യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ഇങ്ങനല്ല പ്രിയത അച്ഛനെ അമ്മാമയെ വിശ്വാസത്തിൽ ജീവിക്കേണ്ടത്. വിശ്വാസം എന്ന് പറയുന്നത് ചില പാടാ. അത് നിങ്ങൾ കണ്ട പാസ്റ്റർമാരെയോ പോലും നിങ്ങൾ പോകുന്ന സഭയെ പോലല്ല ജീവിക്കേണ്ടത്. യഥാർത്ഥമായി ദൈവവചന പ്രകാരം ജീവിക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ് അല്ലാതെ അവർക്ക് വ്യക്തിപരമായി എന്നോടൊന്നും ദേഷ്യമില്ല. അവരുടെ ഭാവത്തെ മുൻകാണിച്ചു കൊടുക്കുന്നതുകൊണ്ട്, സ്തോത്രം, തെറ്റാണെന്ന് പറയുന്നതുകൊണ്ട്, സഭ എന്ന് പറയുന്നത് ഇതല്ല എന്ന് പറയുന്നത് കൊണ്ട് എന്നോട് ഇത്ര കരിയോ. സ്തോത്രം പറയുക, സഹോദരൻ സഹോദരനെയും അപ്പൻ മക്കളെയും മരണത്തിന് ഏൽപ്പിക്കും. വേറെ ഒന്നുമല്ല ഏൽപ്പിക്കും. എന്തുവാ? മരണത്തിന് ഏൽപ്പിക്കും. സ്തോത്രം. ഓർത്തോ, ദൈവത്തിന് വേണ്ടി വചനപ്രകാരം ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്നത് അത് എങ്ങനെ ഈ മരണത്തിന് ഏൽപ്പിക്കുന്നത്? മുമ്പുള്ള വാക്യം വായിച്ചു. നിന്റെ നാവിൽ നിന്ന് വരുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദമാണ്. നിന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതും നിന്റെ ബന്ധങ്ങളിൽ നിന്ന് വരുന്നതുമാണെങ്കിൽ ഒരിക്കലും നിന്നെ മരണത്തിന് ഏൽപ്പിക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിലാണ് നീ സംസാരിക്കുന്നെങ്കിൽ അതെന്തുവാ? കർത്താവ് പറയുമ്പോഴും അത് കേൾക്കുന്നവൻ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാത്തവനാണെങ്കിൽ അവൻ എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. സ്തോത്രം. എനിക്ക് എന്റെ സഭ, എന്റെ ദൈവമക്കൾ എന്റെ കൂടെ അയക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബലം. എന്നാൽ ഞാൻ പച്ചയ്ക്ക് പ്രസംഗിച്ചാലും എനിക്ക് എന്റെ കൂടെ അയക്കുന്ന എന്നാൽ സ്തോത്രം മനോമനുഷ്യ സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞു, സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറയേണ്ടതെല്ലാം പറയുന്നുണ്ട്. ഏറ്റെടുത്ത് ജീവിക്കേണ്ട നമുക്കുള്ള കർത്താവിന്റെ ദാസൻ ഒരു കുഴപ്പമില്ല, പറയേണ്ടതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സ്തോത്രം. യെസ്, ഞാൻ പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് മാറണമെന്ന് നിങ്ങൾക്കുള്ളതാ. മാറിയാൽ നിങ്ങൾക്ക് അനുഗ്രഹമാ. എന്നെ ഒരിക്കലും ചോദ്യം ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് പറയത്തില്ല. സ്തോത്രം. ഞാൻ ഈ ഡേറ്റ് ഉൾപ്പെടെ കാണിച്ചു കൊടുക്കും. സ്തോത്രം. ഇപ്പൊ യൂട്യൂബ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓരോ മെസ്സേജും ഡേറ്റ് ഉൾപ്പെടെ കർത്താവേ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല. അങ്ങോട്ട് ഇരട്ടിയാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് കുറ്റമില്ല. സ്തോത്രം. പറയാൻ പറ്റൂ. പാസ് പറഞ്ഞു തരാത്തോണ്ടാ ഞങ്ങൾ മാറാനെന്ന് പറയൂ. സ്തോത്രം. ആലറിയ മറ്റ് സഭകൾക്കും മറ്റു വ്യക്തികൾക്കും എന്നോട് ദേഷ്യം അതുകൊണ്ട്. കാര്യം എന്തുവാ? ഇങ്ങനെ പറയുന്നതും അതേ രീതി പ്രവർത്തിക്കുന്നത് കൊണ്ട് ദേഷ്യം. പറയുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്രവർത്തികളും അത് കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് എന്നോട് ദേഷ്യം തുടങ്ങി. സ്തോത്രം. അവർ വിളിക്കുന്നിടത്തൊന്നും നമ്മൾ ചെല്ലുന്നില്ല. അവർ വിളിക്കുന്നിടത്തൊന്നും നമ്മൾ നിൽക്കുന്നില്ല. അവരെ ഒരു സൂപ്പിക്കുന്നില്ല. അതെല്ലാം കണ്ടപ്പോഴാണ് അവർക്ക് എന്നോട് ദേഷ്യം തോന്നിയത്. സ്തോത്രം. ഒരു കാര്യം പറയുക, ദൈവത്തിന്റെ ആത്മാവി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സഹോദരനെതിരായി, അപ്പൻ മക്കൾക്കെതിരായി. അടുത്തതീ പറയുക, അവൻ മരണത്തിൽ ഏൽപ്പിച്ചു. നമുക്കൊരു ജീവിതമേ ഉള്ളൂ ദൈവമക്കളെ. ആ ജീവിതം നമ്മളെ കർത്താവ് കണ്ടു. നമ്മൾ കർത്താവിനെ കണ്ടു. കർത്താവ് നമ്മളെ കണ്ടു. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. കർത്താവ് നമ്മളെ വിളിച്ചു. ഇനി ആർക്ക് വേണ്ടിയുള്ളതാ? കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഇന്ന് പാടിയതുപോലെ നിങ്ങളെ ഇത് അങ്ങേക്കുള്ളതാണ്. ഒരു ഫേമസ് പാട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടുണ്ട്. ഞാൻ പലപ്പോഴും അതിനെ ഓർക്കും. അങ്ങയെ കണ്ടാ മതി, അങ്ങയുടെ സന്നിധി വന്നാൽ മതി. ഇതാ പാടുന്ന ഫസ്റ്റ് വരി. ഇതാ, അങ്ങയെ കണ്ടാ മതി, അങ്ങയുടെ സന്നിധി വന്നാൽ മതി. ഈ ലോകത്തിൽ എല്ലാം വിട്ട്, ഈ ലോകത്തിലുള്ളതെല്ലാം വിട്ട്, ഈ ലോകത്തിലുള്ള വിടും. ഈ ലോകത്തിലെ കിട്ടാൻ വേണ്ടിയാ കൂടിയേക്കുന്നത് കർത്താവിനോട്. അപ്പോഴാ ഈ ലോകത്തിലുള്ള വിട്ടിട്ട് തരുന്നത്. ആ പാട്ടങ്ങൾ പാടാനുള്ള നല്ല സുഖമാണ്. പാട്ടുകാരെ എഴുതിയതെല്ലാം നല്ല സുഖത്തില്ല. പാട്ടുകാരന് തന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടും. സ്തോത്രം. പറയുക, അങ്ങേ കണ്ടാ മതി, അങ്ങേ കണ്ടാ മതി. ഈ ലോകത്തിലുള്ളതെല്ലാം സുഖം വിടാൻ. സ്തോത്രം. കർത്താവിനെ കണ്ട് അനുഭവിച്ചു. പക്ഷെ എന്ത് വിടത്തില്ല? ഈ ലോകത്തുള്ള സുഖത്തിന് വേണ്ടിയാണ് കർത്താവിന്റെ അടുത്ത് വന്നത്. അപ്പൊ പറയാ, ഇതെല്ലാം വിടുവോ? ഈ വരികളെല്ലാം അപ്പഴും ഞാൻ ഓർക്കാം, ഈ പാടാറേ ഉള്ളൂ, ഇത് പാടാറുള്ളൂ. ഈ ഓരോരുത്തരെല്ലാം അങ്ങോട്ട് നിന്ന് ഈ പാട്ടെല്ലാം പാടുന്ന കാണുമ്പോൾ എനിക്കങ്ങ് ചിരി വരും. കാര്യം എന്തുവാ? കാണിക്കുന്ന പ്രവൃത്തി മൊത്തം ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ പിന്നാലെ. എന്നിട്ടായി പാട്ട് പാടുന്നത്. സ്തോത്രം. ഇത് ദൈവമക്കളെ പാടുന്ന വരികളും വചനങ്ങളും എല്ലാം നമ്മളെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ മാറിക്കോണം. ഓരോ കഷ്ടത്തിലും പ്രതികൂലത്തിലും നിൽക്കുമ്പോഴേ ചില വരികൾ തരുന്ന നമ്മളെ ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ. അതുകൊണ്ട് പഴയ പിതാക്കന്മാർ എഴുതിയ ഒന്നുപോലും വൃതമായി പോയിട്ടില്ല. ഇപ്പോഴും പാടുമ്പോഴും നമുക്ക് ഫീലിംഗ് ഉണ്ടാവും. കാര്യം എന്തുവാ? അവർ ജീവിച്ച് പാടിയവരാണ്. ഇന്ന് വരി ഉണ്ടാക്കി പാടിയവരല്ല. ജീവിച്ച് ജീവിതത്തിന്റെ തത്വവും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പാടിയതാ. അതുകൊണ്ടാണ്
സ്തോത്രമാലേ അവര് പാടുന്ന ഓരോ പാട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അർത്ഥവത്തായി ഇപ്പോഴും നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാര്യമുള്ള അത് പരിശുദ്ധാത്മാവേ. സ്തോത്രം. ഒന്ന് വായിക്കാൻ അടുത്ത വായിക്കുന്നത് വെക്കാം. മരണത്തിലേൽപ്പിക്കും. അമ്മ അപ്പന്മാർക്കെതിരായി യഥാർത്ഥ വചനം വന്നുകൊണ്ട് മക്കളോട് പറഞ്ഞാൽ മക്കൾ ഏറ്റെടുക്കാത്ത മക്കൾ അമ്മയപ്പന്മാർക്കെതിരെ എഴുന്നേൽക്കും. യഥാർത്ഥമായ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മക്കൾ അങ്ങോട്ട് ദൈവത്തെ ഉയർത്താൻ തുടങ്ങി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ആരോട് ദേഷ്യം ഉണ്ടാവും? മക്കളോട് ദേഷ്യം ഉണ്ടാവും. മക്കളോട് ദേഷ്യം ഉണ്ടാവും. സ്തോത്രം. മക്കളോട് ദേഷ്യം ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചയില് സ്തോത്രം അഭിജിത്ത് ആരാധനയ്ക്ക് വന്നപ്പോ അഭിജിത്തിന്റെ സ്തോത്രം അച്ഛനോട് പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് ആ വഴി അങ്ങ് പോകും. സ്തോത്രം. ആ വഴി ഞാനങ്ങ് പോകും. സ്തോത്രം. ലീവിന് വരുക, ആരാധന ദിവസം രാവിലെ വരുക, എന്നിട്ട് പറയുക ഞാൻ ആരാധനയ്ക്ക് വന്നിട്ട് ആരാധന കഴിച്ചിട്ട് ഞാൻ ആ വഴി അങ്ങ് പോകും. സ്തോത്രം. അഭിജിത്തിന്റെ അച്ഛൻ അശോകൻ വീട്ടിൽ കയറി അങ്ങ് വയലുണ്ടായി. അവൻ അവിടെ വന്നിട്ട് അവ ആ വഴി അങ്ങ് പോവാണ്. സ്തോത്രം. കാര്യം എന്നെ കാണാൻ വരുന്നില്ല. സ്തോത്രം. കാര്യം അഭിജിത്ത് അതിന് വലിയ ദൈവത്തെ ആരാധിക്കുക. ഒരുപാട് ദിവസമായി ആരാധന കൂടിയിട്ട് ആരാധനയ്ക്ക് വരുമ്പോ ആരാധന കഴിഞ്ഞിട്ട് അങ്ങ് പോവുക. ഇതാ പറഞ്ഞേ. ഉടനെ അച്ഛൻ ഉടനെ വീട്ടിൽ കിടന്ന് സ്തോത്രം അഭിജിത്തിന്റെ അമ്മയോട് കിടന്ന് പറയുക, അവനെ അവിടെ കണ്ട് വന്നിട്ട് പോവാന്നാ പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് അശോക് അത് പറയാനുള്ള വേറെ കാര്യം തന്നെ, കർത്താവിനെ അത്രയും രുചിച്ചറിയുന്നില്ല. അതുകൊണ്ടാ രക്ഷിക്കപ്പെടാൻ ദൈവസ്ഥലം വന്നില്ല. അതുകൊണ്ടാ. സ്തോത്രം. പക്ഷേ അമ്മയ്ക്ക് വരാതില്ല. കാര്യം ആരാധനയ്ക്ക് വന്നാൽ മതി. കാരണം ആരാധനയുടെ രുചി എന്തുവാന്ന് ആർക്കറിയാം? മാതാവിനറിയാം. അതാ നേരത്തെ പറഞ്ഞ പോലെ ബഹളാവിനെ പറഞ്ഞത്, അമ്മമാര് യഥാർത്ഥ രീതിയിൽ പോകാമെങ്കിൽ മക്കളും വരും. സ്തോത്രം. യഥാർത്ഥ രീതി ദൈവത്തെ അറിയണം. അമ്മ കുരുട്ട് പരിപാടിക്ക് നടക്കരുത്. വീടിന്റെ കല്ലിട്ടത് കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ ബാക്കിയുള്ളതും ആ രീതിയിൽ പോകണം. അതിനകത്ത് മറ്റേതും കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കല്ലേ. സ്തോത്രം. മറ്റേത് നമ്മൾ കേട്ടത്, അതുകൊണ്ട് ഇപ്പൊ വിശദീകരിക്കാതെ അതുകൊണ്ട് കൂട്ടിച്ചേർക്കല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങി നമ്മളെ ഭവനത്തെ അനുഗ്രഹിക്കേണ്ടത് ആരാ? ദൈവമാണ്. ഈ ഭവനം പണിയേണ്ടത് ആരാ? ദൈവമാണ്. സ്തോത്രം. സ്തോത്രം. അപ്പൊ ദൈവം തരണ്ടയാണെങ്കിൽ കർത്താവ് തരും. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ ദൈവവചന പ്രകാരം നമ്മൾ യഥാർത്ഥമായിട്ട് നിൽക്കുന്ന മക്കളാണെങ്കിൽ മാതാപിതാക്കൾ ദൈവവചന പ്രകാരം നിന്നില്ലെങ്കിൽ അവർക്ക് സൂചിക്കത്തില്ല. ഇത് ദൈവവചന പ്രകാരം നിൽക്കുന്നവർക്ക് ദൈവവചന പ്രകാരം ജീവിക്കുന്നവരോട് താല്പര്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഇവരെല്ലാം നമുക്ക് എന്ത് ചെയ്യും? ശത്രുതയുണ്ടാകും. നമ്മൾ പലപ്പോഴും പറയും, കർത്താവെ ഞാൻ കള്ളം പറയുമ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഞാൻ സത്യം പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രശ്നം, ഞാൻ പാപം ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഞാൻ മദ്യപിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ലായിരുന്നു, ഞാൻ മദ്യപാനം നിർത്തിയപ്പോഴാണ് പലർക്കും എന്നോട് ദേഷ്യം ഉണ്ടാകാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ അമ്മേ സ്തോത്രം പല പാപത്തിൽ നിന്ന് മാറി അങ്ങോട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചുള്ള പല പാപത്തെയും ഞാൻ മാറി ദൈവം പറയുന്ന പ്രകാരം ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശത്രുതയുണ്ടായിരുന്നു. ചിലപ്പോൾ ചിലവർ പറയാറുണ്ട്, ഞാൻ ഉപവാസം ഇരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവും. അതിനകത്ത് നീ ഭാരപ്പെടേണ്ട കാര്യം എന്തുവാ? നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദൈവവചനമായിട്ട് സ്തോത്രം എഴുകിച്ചേരാൻ തുടങ്ങിയപ്പോ, അതുപോലെ നീ പ്രാർത്ഥിക്കാൻ ഉപവാസം ഇരിക്കാൻ തുടങ്ങിയപ്പോ, ദൈവമായിട്ട് ചേരാൻ തുടങ്ങിയപ്പോ ദൈവമായിട്ട് ചേരാൻ പറ്റാത്തവർ നിനക്ക് ശത്രുവാകും. അതിനകത്ത് മാറ്റമില്ല. അപ്പോഴും നീ ഓർക്കണം എന്തുവാ? എന്റെ പ്രാർത്ഥന ആര് കേട്ടു? എന്റെ ദൈവം കേട്ടു. ചിലർ പറയും, ഞാൻ പ്രാർത്ഥിക്കുകയോ ഉപവാസവും എല്ലാം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ എന്റെ വീട്ടിൽ പ്രശ്നങ്ങളാണ്, പരിപാടി നിർത്തി, വിശാലിന് സന്തോഷമായി. കാര്യം എന്തുവാ? അത് വീട്ടിൽ മാറ്റം ഉണ്ടാവാതെ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നേ. അപ്പോഴതിന്റെ അർത്ഥം എന്തുവാ? ഇത് ദൈവം കേൾക്കാൻ തുടങ്ങി. ശത്രു നിൽക്കാൻ പറ്റുന്നില്ല, ശത്രു അധികം നേരം നിൽക്കത്തില്ല, ശത്രു തകർന്നു. ദൈവത്തിനെ വേണ്ടി അവൻ പിടിച്ചിരിക്കത്തില്ല, അവനെ ഓരോന്നെല്ലാം കാണിച്ചു. അതിനകത്ത് ഭയപ്പെട്ടു പോയാൽ നമ്മൾ വീട് പോകും അവന്റെ പദ്ധതിയിൽ. അവന്റെ പദ്ധതി വീഴാനല്ല ദൈവം വിളിച്ചത്, നമ്മൾ ജയിക്കുവാനാണ് ദൈവം വിളിച്ചത്. അമേ ശത്രുവിന്റെ തല തകർത്തവനാ ക്രിസ്തു. അങ്ങനെ ഒരു പ്രശ്നം എന്റെ ഭവനത്തിൽ വരുമ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചോണം, സ്തോത്രം, ശത്രുവെ നിന്റെ പ്ലാനും പദ്ധതിയൊന്നും ഇവിടെ ജയിക്കത്തില്ല. കാര്യമുള്ള ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുക. അതുകൊണ്ട് നീ എഴുന്നേറ്റ്. പക്ഷെ നിന്റെ ഈ എഴുന്നേൽപ്പ് അപ്രകാരമേ എനിക്കത്തുള്ളൂ, എഴുന്നേക്കാൻ പറ്റത്തില്ല. ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. സ്തോത്രം. ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനകത്ത് നിന്നുണ്ടാവും എതിർപ്പുകളുണ്ടാവും, പ്രതികൂലങ്ങളുണ്ടാവും. നമുക്ക് തന്നെ സാക്ഷ്യമുണ്ട്. ഓരോ കുടുംബത്തിനെ കുറിച്ച് നമ്മൾ തന്നെ സാക്ഷ്യം പറയാറുണ്ട്, കേൾക്കാറുണ്ട്, അല്ലയോ? അങ്ങോട്ട് പ്രാർത്ഥിക്കാനും ദൈവത്തോട് അങ്ങോട്ട് അടുക്കാനും കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് ആത്മാവിൽ നിറയാൻ തുടങ്ങുമ്പോൾ സ്തോത്രം, പിശാച് പല രീതിയിൽ വരും. സെന്റിമെന്റ്സ് വരും, ദേഷ്യപ്പെട്ട് വരും,
പല പദ്ധതിയാവും നോക്കുന്ന, പല രൂപവും വേഷവും അവൻ ധരിച്ചു നോക്കും. പക്ഷെ അതിനെല്ലാം അധികം ജയിച്ചോണം. ജയിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മക്കളായി നമുക്ക് തീർക്കുവാൻ, ദൈവത്തിന്റെ മക്കളായി തീരുവാനും അതിന്റെ നന്മയും അനുഗ്രഹവും യഥാർത്ഥമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കുവാൻ പറ്റും. ഇന്ന് ഈ കാണുന്ന സഭയിലെ ശുശ്രൂഷകന്മാരെ പോലെല്ലാം നമ്മുടെ സഭ മെഗാ ചർച്ച ആക്കാം, വലിയ ചർച്ചിലേക്ക് കൊണ്ടുവരാം, മെഗാ കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യണം? പലപ്പോഴും ദൈവവചനത്തെ വിടണം. ദൈവവചനത്തെ വിടാൻ പറ്റത്തില്ല. കാര്യം അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചേക്കുക, അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാക്കിക്കുക. പിന്നെ ദൈവം വിടുവോ? ദൈവം ചെയ്യും, അത് ഉപയോഗപ്പെടും. അടുത്ത വാക്യം വായിക്കാം. ഒരു വലിയ പോയിന്റാ പറയുന്നത്. എന്റെ നാമം നിമിത്തം എല്ലാവരും, യഥാർത്ഥ ദൈവവചന പ്രകാരം ഇറങ്ങുന്ന ദൈവമക്കളെ നോക്കി കർത്താവ് പറയുവാൻ, എന്റെ നാമം നിമിത്തം നിങ്ങളെ എല്ലാവരും എന്ത് ചെയ്യും? വായിക്കും. ആരും കൂട്ടിച്ചേർക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് ശത്രുവായി തീരും. നേരത്തെ പറഞ്ഞു, അപ്പനെ പറഞ്ഞു, അമ്മയെ പറഞ്ഞു, സഹോദരങ്ങളെ പറഞ്ഞു. ഇവരെല്ലാം ആർക്ക് ശത്രുവായി തീരും? നമുക്ക് ശത്രുവായി തീരും. യഥാർത്ഥ ദൈവവചനം പറയുമ്പോൾ, യഥാർത്ഥ ദൈവവചനം പറയുമ്പോൾ, സുശേഷം പറയുമ്പോൾ സ്തോത്രപാലനീയ ശത്രുവായി തീരും. തങ്ങമനുഷ്യർ ചിലപ്പോൾ സുശേഷം പറയുമ്പോൾ ചിലർ പറയും ഇച്ചിരി കട്ടിയ, അതുകൊണ്ട് ഇച്ചിരി ഇതാ ബുദ്ധിമുട്ടാണ്. അതിന് യഥാർത്ഥ സുശേഷം പറയുമ്പോഴേ ഇങ്ങനെല്ലാം വരും. ഇവിടെ ഒന്നും പതറിപ്പോവല്ലേ. നമ്മൾ പതറിപ്പോവാതെ ദൈവനാമത്തെ എന്ത് ചെയ്യണം? ഉയർത്തിക്കണം. ദൈവനാമത്തെ കേട്ടിട്ട് ദൈവനാമത്തെ ലജ്ജിപ്പിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ച് ദൈവനാമത്തെ ഉയർത്തുവാൻ, സ്തോത്രം പറയുവാൻ. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവരോ രക്ഷിക്കപ്പെടും. അപ്പോഴെന്തുവാ? അവസാനം വരെ സഹിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. നമ്മളോട് എതിർക്കുമ്പോൾ നമ്മളും എതിർക്കുവല്ല ചെയ്യേണ്ടത്. ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവവചന പ്രകാരം അവർക്ക് വേണ്ടി ജീവിക്കാം. ജീവിക്കുമ്പോൾ അവസാനത്തോളം വരെ സഹിച്ചു നിൽക്കുന്നവരെ രക്ഷിക്കപ്പെടും. നമുക്ക് ഈ സഭയെ ആരംഭിച്ചു, സഭ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവജനതീത എതിർപ്പ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പതറിപ്പോയാൽ നിൽക്കാൻ പറ്റും. നമ്മൾ പതറിയില്ല. നമ്മൾ മാറി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മളെ മാനിക്കാൻ തുടങ്ങി, അനുഗ്രഹിക്കാൻ തുടങ്ങി. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം. ഒരു ഉദാഹരണം പറയാം. ഒരു ദൈവാസനായ സ്തോത്രം എന്നെ, എന്റെ കുടുംബത്തെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, സ്തോത്രം സത്യവചനത്തിന് വേണ്ടി നിന്ന എന്റെ കുടുംബത്തെ കണ്ണുനീരോടാണ് അപ്പുറത്തെ ഭവനത്തിൽ തന്നെ ഇറക്കിയത്. കണ്ണുനീർ, ഒറ്റ രാത്രി കൊണ്ട് കണ്ണുനീരോട്, സ്തോത്രം കണ്ണുനീരോട്. എന്തിനു വേണ്ടിയ? പ്രാർത്ഥന വെക്കുന്ന, പ്രാർത്ഥിക്കുന്നതിന്റെ ഒറ്റ പേര് കണ്ണുനീരോട് ഇറക്കി വിട്ടു. ആ വീട് ഇതുവരെ ഇതുവരെ തുറന്നിട്ടില്ല. സ്തോത്രം. ഇത്രയും നാളായി അതിനകത്ത് തുറക്കാൻ പറ്റിയിട്ടില്ല, അതിനകത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അതിനകത്ത് സ്തോത്രം വരാൻ പോകുന്ന ഒരു കുടുംബം, സ്തോത്രം സുനിതയെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളോട്ടേ പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങളെന്ന് പറഞ്ഞു. നിങ്ങളോട്ടേ പാസ്റ്റർമാർ, എന്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞു. ആ പാസ്റ്റർ ഭാര്യയും ഒറ്റ ദിവസം രാത്രി ഇവിടെ താമസിച്ചില്ല. ഞാനിവിടെ ഉണ്ട്. ഞാൻ സ്തോത്രം ആരാധനയുടെ തലേ ദിവസം ഇവിടെ ഉണ്ട്. അവിടെ അടിയും ബഹളവും. സ്തോത്രം. പാസ്റ്റർ ഭാര്യയുമാണ്, അടിയും ബഹളവും. പിറ്റേന്ന് പോലെ പിന്നെ ആ പാസ്റ്ററിന്റെ ഒടി ഈ ഭാഗത്ത് സ്തോത്രമാല് ആട് കിടന്നിട്ട് രോമം ഉണ്ടെന്ന്, ആ രോമം പോലും ഇല്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടു. സ്തോത്രം. ഇതെന്തുവാ? ഒരു കുഞ്ഞുകളിയൊന്നും അല്ല, നമ്മളെ കഴിവല്ല. നമ്മൾ വെറും പൊട്ടന. പക്ഷെ നമ്മളെ കരുതുന്നൊരു ദൈവമുണ്ട്. കണ്ണുനീര് ഒഴുകിയിട്ടുണ്ടോ? മറുപടി ഉണ്ട്. ആ കണ്ണുനീരിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാറ്റാൻ പറ്റത്തില്ല. കിണർ ഒഴിച്ചു അവയെ അതൊരു സ്തോത്രം ആലപിക്കുക. വെള്ളം പറ്റി, സ്തോത്രം വേണ്ട എന്തൊക്കെ ചെയ്തു നോക്കി, ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ പറയുന്നത് ഞാൻ പ്രാർത്ഥിച്ചു വെച്ചത് കൊണ്ടാണ് ഇതൊന്നും നടക്കാതെ. അതേടാ, ഞാൻ പ്രാർത്ഥിച്ചു വെച്ചതാ. ഞാൻ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. തെറ്റ് കണ്ടിട്ടാണ് ഓക്കെ. തെറ്റില്ലാതെ പ്രാർത്ഥനയും ദൈവനാമത്തെ യഥാർത്ഥമായി ഉയർത്തേണ്ടത് അനുഭവിച്ചതാണ്. കർത്താവ് വിടുവോ? കർത്താവ് വിടത്തില്ല. ഒരു രാത്രി സ്തോത്രം അല്ലെ വെളുക്കാൻ പറ്റുമോ എന്ന് പോലും ഓർത്തില്ല. അറ്റാക്കാണോ എന്തുവോ ശരീരത്തിൽ വരുന്ന ഏതെല്ലാം രോഗമാ വന്നേ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നാളെ രാവിലെ ഞാൻ കാണുമെന്ന് പോലും അത്രയ്ക്ക് നെഞ്ചു പൊട്ടിപ്പോയി ഒറ്റ രാത്രി. അതെല്ലാം ആരും കണ്ടിട്ടില്ല. ഞാൻ മറന്നുപോയി. പക്ഷെ എന്റെ കർത്താവ് എന്ത് ചെയ്യില്ല? മറന്നില്ല. കർത്താവ് അത് കണക്കിട്ടു. സ്തോത്രം. ആ വീടിനകത്ത് ഒരു ദിവസം പോലും താമസിപ്പിക്കാൻ സമ്മതിച്ചു. എന്റെ നാട്ടിൽ പ്രാർത്ഥിക്കുന്നവരെയാണ്. ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മത്സരിക്കാനുള്ളതല്ല. അയ്യോ നിങ്ങളാട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് മത്സരിക്കാനുള്ളത്. അയ്യോ നിങ്ങളാണ് വലുത്. ഒക്കെ നിങ്ങൾ വലുതായിക്കോ. സ്തോത്രം. ഞങ്ങൾക്ക് ആൾക്കാരെ കാണിക്കാനല്ല, ഞങ്ങൾ ആരുടെ താഴ്പ്പെടുന്നത്? കർത്താവിന്റെ പറ്റില്ല താഴ്പ്പെടുന്നത്. സ്തോത്രം. ഇനി ആ ഭവനം കൊടുത്തില്ലേ എനിക്കറിയാം. ഇത്രയും മാസം അവിടെ കൂട്ടിപ്പിച്ചു.
ദൈവം ഒരു ചോദിച്ചതിനുമായിട്ട് നമുക്ക് ധൈര്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാണിച്ചു. സ്തോത്രം. എനിക്ക് എന്റെ വിഷയമല്ല. സ്തോത്രം. ഞാനത് കളഞ്ഞു. ഞാൻ അന്ന് രാത്രിയോട് ദൈവം എനിക്ക് അതിനകത്ത് വലിയ മറുപടി തന്നു, വലിയ സന്തോഷം തന്നു, വലിയ ആർഭാടത്തിലേക്ക് ദൈവം കൊണ്ടുപോയി. അപ്പോഴേ നമ്മളത് വിഷയം വിട്ടു. പക്ഷേ ദൈവം എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, ദൈവമക്കളെ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി ഒരു ദിവസം അത് ചോദിക്കും, നിങ്ങൾക്കത് കാണിച്ചു തരും. സ്തോത്രം. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ശത്രുക്കൾക്കാകെ മെഷ്യൊരുക്കുന്ന ദൈവത്തെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്, നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു ശത്രുവിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു മീഡിയക്കകത്ത് ഞാൻ കണ്ടു. സ്തോത്രം. അല്ലെങ്കിൽ ഒരു BJP നേതാവ് പറഞ്ഞു, ഇനി പള്ളികളിലോ സ്തോത്രം അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഞങ്ങളെ പാർട്ടിയെ കുറ്റം പറയുന്നവരെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഞാൻ പറയും, എന്റെ ജീവിതകാലത്ത് മുഴുവനും ഞാൻ പറയും BJP വോട്ട് ചെയ്യണമെന്ന് പറയും. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ പോലെ അനേകം ദേവദാസന്മാരെ പീഡിപ്പിച്ചവന്മാരാ, അനേകം പേരെ ഉപദ്രവിച്ചവന്മാരാ, സഭയെ മുടിപ്പിച്ചവന്മാരാ. അവന്മാർ ഒരിക്കലും ജയിക്കാൻ ഞാൻ പറയത്തില്ല. വോട്ട് കൊടുക്കല്ലെന്ന് പറയും. വേറെ ഒരു പാർട്ടിയും ഞാൻ പറയത്തില്ല, പക്ഷെ അവർക്ക് വോട്ട് കൊടുക്കലെന്ന് പറയും. അതിനകത്ത് എന്റെ തല പോയാലും ഞാൻ പറയും. കാര്യം എന്തുവാ? സ്തോത്രം. അത് ദൈവദാസന്മാരെ, ദൈവദാസന്മാരെ യഥാർത്ഥമായ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അനേകം ദൈവദാസന്മാരെ പീഡിപ്പിക്കുകയും അവരെ ദണ്ഡിപ്പിക്കുകയും അവരെ മരണത്തിന് വരെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് അതിനെ കൂട്ടിക്കാൻ പറ്റൂ? സ്തോത്രം. കൂട്ടി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ വിളിച്ചു പറയും. അതിനകത്ത് നീ ഏതെല്ലാം ഭരണം വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു പറയും, അത് തെറ്റാ, അതിനകത്ത് പോയി കൈവെക്കരുത്. സ്തോത്രം. കാര്യം എനിക്ക് അതാ ഇഷ്ടമല്ലാത്ത. ഞങ്ങൾ മാത്രമേ ഉള്ളതല്ല, ഇതെല്ലാവരും ചേർന്നതാ. ഈ ലോകം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നതാ, എല്ലാവരും ചേർന്നുണ്ടായതാ. സ്തോത്രം. ആർക്കും പ്രത്യേകതയായിട്ടൊന്നും കൊടുത്തിട്ടില്ല. എല്ലാം മാനും പെണ്ണുമാട്ടെ കർത്താവ് സൃഷ്ടിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും അതിനകത്ത് അധികാരവും അവകാശവും ഉണ്ട്. സ്തോത്രം. പറയുക എന്തുവാ? എന്റെ നാമം പലരും നിങ്ങളെ മരണത്തിന് വരെ ഏൽപ്പിക്കും, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. അതിന്റെ ഇവിടെ അടുത്തൊരു വാക്യത്തിലേക്ക് ഒന്ന് വരാം. അടുത്ത വാക്യത്തിൽ വരുന്നോണ്ട് ഞാൻ ഒരു വാക്യം ഒന്ന് വായിപ്പിച്ചിട്ട് പറയാം. സ്തോത്രം. അതിന്റെ സ്തോത്രം 37 വാക്യം മുതൽ ഒന്ന് വായിക്കാം. സ്തോത്രം. ഒരു വാക്ക് കർത്താവ് അതിനകത്ത് പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവ് ഈ ഒരു കാര്യത്തിനകത്ത് ഭയങ്കര സാധനം. കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കുള്ളതാണ്? കർത്താവ്. അതിനകത്ത് കർത്താവ് ഒരു സാധനം. കർത്താവിനകത്ത് ഒരു മാറ്റമില്ല, ഒരു വേർതിരിവില്ല. കർത്താവ് പറയുക, എന്നേക്കാൾ ഉപരിയായി നീ മറ്റാരെ സ്നേഹിക്കും. കർത്താവിനെ രുചിച്ചറിഞ്ഞവൻ, കർത്താവിന് വേണ്ടി നിന്നവൻ, കർത്താവിനെ നോക്കിയവനെല്ലാം പ്രകാശിതമായിട്ടുണ്ടെങ്കിൽ, ഇരുളിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ആരുടെ പിന്നാലെ പോകില്ല. എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ ഉപദേശത്തിനകത്തോ വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ചോ നീ പോവാനുള്ളതല്ല, നീ കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് പോകാനുള്ളതാണ്. നിന്റെ മക്കളെ ഇഷ്ടമനുസരിച്ചല്ല ഞാൻ പോകുന്നത്, എന്റെ മരുമക്കളെ ഇഷ്ടമനുസരിച്ചല്ല ഞാൻ പോകുന്നത്, എന്റെ കൊച്ചുമക്കളെ ഇഷ്ടമനുസരിച്ചല്ല ഞാൻ പോകുന്നത്. ഞാൻ കർത്താവിനെയാണ്. ഇനി എന്റെ മുന്നോട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം ആരുടെ ഇഷ്ടപ്രകാരമാണ്? കർത്താവിന്റെ ഇഷ്ടപ്രകാരമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹം ആർക്ക് കൊടുത്തോളം? കർത്താവിനെ സ്നേഹിച്ചു. നമ്മളങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ ഏറ്റവും ഒടുവിലത്തെ സ്നേഹമാണ് ആർക്ക് കൊടുത്തേക്കുന്നത്? കർത്താവ്. 100% ഞാൻ പറയും. നമുക്ക് നമ്മളെ ഭർത്താവ്, നമ്മളെ അപ്പനും, നമ്മളെ അമ്മയും, സഹോദരങ്ങളും സഹോദരികളും ഏതെങ്കിലും അമ്മയും മുള്ളിത്തെറിച്ച ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധുക്കളും കഴിഞ്ഞിട്ട് ആർക്ക് കൊടുത്തേക്കുന്നത്? കർത്താവ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പോയി കർത്താവ് നമ്മളെ സ്നേഹിക്കും. ഇത്രയെല്ലാം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഓരോ ദിവസവും നമ്മളെ കൂട്ടിക്കൊണ്ടിരിക്കും. സ്തോത്രം. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം. ആരെങ്കിലും വല്ല നന്മ തരുന്നെങ്കിൽ അച്ഛനെ സ്നേഹത്തോട് കഴിഞ്ഞിട്ടേ കർത്താവിനെ സ്നേഹിക്കും. എന്നാൽ അച്ഛനെ തന്ന ദൈവം അറിയത്തില്ല. എന്നാലും നമ്മൾ പിന്നെയും ദൈവത്തെ എന്ത് ചെയ്യും? ഏറ്റവും ലാസ്റ്റ് ലിസ്റ്റിലാണ്. അങ്ങനല്ല പ്രിയ ദൈവമക്കളെ, ദൈവം ലാസ്റ്റ് ലിസ്റ്റിലല്ല നമ്മൾ നിൽക്കേണ്ടത്, നമ്മൾ ഒന്നാമത്തെ ലിസ്റ്റിലാണ് നിൽക്കേണ്ടത്. ദൈവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഉള്ളത്, ദൈവം ഉള്ളത് കൊണ്ടാണ് ഞാൻ സന്തോഷം അനുഭവിക്കുന്നത്, ദൈവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആഹാരം കിട്ടുന്നത്, ദൈവം ഉള്ളത് കൊണ്ടാണ് സമ്പത്ത് കിട്ടുന്നത്, ദൈവം ഉള്ളത് കൊണ്ടാണ് നല്ല വസ്ത്രം ഇടുന്നത്, ദൈവം ഉള്ളത് കൊണ്ടാണ് ഞാൻ വാഹനത്തിൽ പോകുമ്പോഴും വരുമ്പോഴും കരുതുന്നത്, ദൈവം ഉള്ളത് കൊണ്ടാണ് എന്റെ കുടുംബത്തിനകത്ത് സമാധാനമുള്ളത്, ദൈവം ഉള്ളത് കൊണ്ട് എനിക്ക് തലമുറ ഉള്ളത്, ദൈവം ഉള്ളത് കൊണ്ട് എനിക്ക് കുടുംബമുള്ളത്, ദൈവം ഉള്ളത് കൊണ്ട് എനിക്ക് അപ്പനുള്ളത്, ദൈവം ഉള്ളത് കൊണ്ട് എനിക്ക് അമ്മയുള്ളത്, ദൈവം ഉള്ളത് കൊണ്ട് എനിക്ക്
വിട്ടാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും, എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ, എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതി എനിക്ക്, അത് മതി എനിക്ക്, അത് മതി എനിക്ക്, അത് മതി എനിക്ക്, അത് മതി മതി മതി, അത് മതി 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 മതി, അത് മതി എനിക്ക്. അല്ലാത്തുള്ള ചിരിയോ, അല്ലാത്തുള്ള സ്നേഹമോ, അല്ലാത്തുള്ള കൊടുക്കൽ വാങ്ങലോ എനിക്ക് വേണ്ട. എന്റെ യേശു മതി എനിക്ക്. ആമേൻ. സ്തോത്രം പറയുക. എന്നേക്കാൾ ഉപരി സ്തോത്രം. മക്കൾക്ക് പ്രാധാന്യം കൊടുക്കരുത്, മക്കൾക്ക് പ്രാധാന്യം കൊടുക്കരുത്. പഴയ നിയമത്തിനകത്ത് പറയുന്നു, കർത്താവായ യേശുവിന് ഉപരിയായി നീ എന്തിനെ സ്നേഹിക്കുന്നു, അതിന്റെ പേര് വിഗ്രഹാരാധനയാണ്. അത് നിനക്ക് തലവേദന കൊണ്ടുവരത്തേ ഉള്ളൂ, അത് നിനക്ക് പ്രതികൂലം കൊണ്ടുവരത്തേ ഉള്ളൂ, പ്രയാസം കൊണ്ടുവരത്തേ ഉള്ളൂ. അത് ഒരിക്കലും നിനക്ക് എന്ത് ചെയ്യത്തില്ല, സമാധാനം തരത്തില്ല, സമാധാനം തരത്തില്ല. അപ്പോഴേ കർത്താവ് യേശുവിനെയാണ്, യേശുവാണ് നമ്മളെ വീണ്ടെടുത്തത്, യേശുവാണ് നമ്മുടെ പാപങ്ങളെ മാറ്റിയത്, ശാപത്തെ മാറ്റിയത്, നമ്മളെ ശുദ്ധീകരിച്ചത്. അപ്പോൾ നമ്മൾ ആർക്കാ പ്രാർത്ഥന കൊടുക്കേണ്ടത്? ഇത് അറിയുന്നതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, എന്നോട് എല്ലാവർക്കും ശത്രുതയുള്ളത്. എന്റെ ബന്ധുക്കൾക്കായാലും, സ്വന്തക്കാർക്കായാലും, നാട്ടുകാർക്കായാലും, സുഹൃത്തുക്കൾക്കായാലും, മറ്റുള്ള സഭകൾക്കായാലും, പാസ്റ്റർമാർക്കായാലും എല്ലാവർക്കും ഉള്ള ശത്രുതയുള്ളത് ഇതുകൊണ്ട്. കാര്യം എന്തുവാ? ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കേ കൊടുക്കത്തുള്ളൂ? എന്റെ യേശുവിനെ കൊടുക്കത്തുള്ളൂ, യേശു പറയുന്നതേ കൊടുക്കത്തുള്ളൂ. ചിലവർ എന്നോട് പറയും, ആ സ്തോത്രം പാസ്റ്റർ ഇങ്ങനെ പറയണം അങ്ങനെ പറയണമെന്നെല്ലാം പറയും. സ്തോത്രം അല്ലെ, മൈക്ക് കിട്ടിയപ്പോൾ എന്റെ സ്വഭാവമാണ്. സ്തോത്രം യേശു പറയുന്നതേ പിന്നെ ഞാൻ പറയത്തുള്ളൂ. ആ വന്ന് അവർ ഉപദേശിച്ച ഉപദേശമൊന്നുമല്ല, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ, അകത്ത് കയറി കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് ചെയ്യും. സ്തോത്രം അത് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോഴും അത് തന്നെയായിരിക്കും പിന്നെ പറയുന്നത്. അപ്പോഴേ അവർക്ക് എന്നോട് എന്ത് ചെയ്യുന്നില്ല, ദേഷ്യം വരും. ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല. ഇവരുടെ ദേഷ്യമോ ബന്ധമോ ചിരിയോ കെട്ടിപ്പിടുത്തമോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എന്റെ യേശുവിനെ കെട്ടിപ്പിടുത്താൻ മതി, എന്റെ യേശുവിന്റെ ചിരി മതി, യേശുവിന്റെ സന്തോഷം മതി. യേശുവിനെ എന്നെ നോക്കി പറയണം, ഇവനെ ഞാൻ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഇന്ന് പ്രിയ ദൈവമക്കളെ, നമ്മളെ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളെ കുറിച്ച് ഞാൻ പറയുക, നമ്മളെ നോക്കി യേശു പറയണം, ഇവനെ ഞാൻ തെരഞ്ഞെടുത്തതുകൊണ്ട്, ഇവളെ ഞാൻ തെരഞ്ഞെടുത്തതുകൊണ്ട്, ഇവനെ ഞാൻ തെരഞ്ഞെടുത്തതുകൊണ്ട്, ഇവളെ ഞാൻ തെരഞ്ഞെടുത്തതുകൊണ്ട്, തെരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കാര്യമല്ലോ, ഞാൻ തെറ്റിപ്പോയതാണ്, ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയിട്ടില്ല. ഞാൻ ഇവനും ഇവക്കുമേലാണെങ്കിൽ ഇവരെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. കാര്യം ഇവരെന്നെയാണ് സ്നേഹിക്കുന്നത്. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. നന്ദു പ്രാർത്ഥിച്ചോണം, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. അമ്മയ്ക്ക് ജോലി കൊടുക്കണം, ദൈവം വഴി തുറക്കും. എന്റെ ദൈവം ഒരു വഴി തുറന്ന അമികാലിൽ മറ്റുള്ളവരെ പോലല്ല, ഞാൻ അതിലും വലിയ സന്തോഷിക്കും. എന്റെ ദൈവത്തിന് തരുവാൻ കഴിയും, എന്റെ കുടുംബത്തിനകത്ത് സമാധാനം തരുവാൻ, ഉയർച്ച തരുവാൻ, അനുഗ്രഹം തരുവാൻ എനിക്ക് കഴിയും. എന്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രാധാന്യപ്പെട്ട പ്രാർത്ഥനയാണ്. ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ എന്ന് പറഞ്ഞ് പ്രിയ മോനെ നീ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കുടുംബത്തിനകത്തേറെ നിറക്കുന്നത് ഇവൻ ചെയ്യും. ഈ 2026 എന്റെ യേശു അപ്പച്ചാ എന്റെ കുടുംബത്തിൽ ഇറങ്ങി വരണേ. എന്റെ കുടുംബത്തിന് നായകനല്ല, എന്റെ അപ്പത്തിന് അല്ല, എനിക്ക് മറുപടി തരണമേ. എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല. എന്റെ യേശു അപ്പച്ചൻ എനിക്ക് മറുപടി തരണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രിയ പൈതലേ, ദൈവത്തിനെ അനുഗ്രഹിക്കും. ചില പ്രാർത്ഥന രീതിയാണ് ദൈവത്തിന് ആവശ്യം. ചില പ്രാർത്ഥന രീതിയുണ്ട്. പൊട്ടനെ പോലെ ചില പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആരിറങ്ങി വരും? കർത്താവ് ഇറങ്ങി. ഞാൻ പൊട്ടനാ, പലപ്പോഴും ഞാൻ പൊട്ടനെ പോലെ ഇരിക്കും. മറ്റുള്ളവരുടെ പെണ്ണി ഞാൻ ഒരു പൊട്ടനാ, മന്ദബുദ്ധിയാ, പക്ഷെ ഞാൻ ദൈവസ്ഥനെ പ്രാപിച്ചിരിക്കും. കാര്യം എന്തുവാ? ആ കണ്ണുനീര് പ്രാർത്ഥനയും ആർക്ക് പ്രാധാന്യമാണ്? ദൈവത്തിന് പ്രാധാന്യമാണ്. പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരും, പ്രാർത്ഥിച്ചാലേ മറുപടി തരത്തുള്ളൂ. കാര്യം എന്തോ? നമ്മൾ യേശുവിനെ അറിഞ്ഞു. ഇനി നമുക്ക് ചോദിക്കാൻ അവകാശപ്പെടുന്നത് ആരാ? യേശുവിന്റെ അടുത്താ. നമ്മൾ നാട്ടുകാരത്തല്ല ചോദിക്കേണ്ടത്, ബന്ധുക്കളടുത്തല്ല ചോദിക്കേണ്ടത്, അപ്പൂപ്പന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, അമ്മൂമ്മയുടെ അടുത്തല്ല ചോദിക്കേണ്ടത്, അമ്മയോടല്ല ചോദിക്കേണ്ടത്, യേശുവിനോട് ചോദിക്കേണ്ടത്. കാര്യമോ? ഞാൻ യേശുവിന്റെ ഫൈതല. എന്റെ മക്കളെ കാര്യം, എന്റെ മരുമക്കളെ കാര്യം, എന്റെ കൊച്ചുമക്കളെ കാര്യം ഇനി ഞാൻ അവരടുത്തല്ല ചോദിക്കേണ്ടത്, ദൈവത്തോടാണ് ചോദിക്കേണ്ടത്. എനിക്കവരെ മരുമക്കളായി തന്നിട്ടുണ്ടെങ്കിൽ, എനിക്കവരെ കൊച്ചുമക്കളായി തന്നിട്ടുണ്ടെങ്കിൽ, എനിക്കവരെ ഭാര്യയായി തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭർത്താവായി തന്നിട്ടുണ്ടെങ്കിൽ, അപ്പാ പിതാവേ എനിക്ക് അപ്പനായി അമ്മയായി തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവമേ, ദൈവം ചെയ്തേ പറ്റൂ, ദൈവം മാറ്റം കൊടുത്തേ പറ്റൂ, ദൈവം അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ആരോടാ?
ദൈവത്തോട്. കാര്യം എന്തുവാ? ദൈവം പറയുക എന്നേക്കാൾ അധികം. ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു മെസ്സേജാ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് കൊണ്ട് തന്ന ഒരു അമ്മമ്മ കൊണ്ട് തന്നു. വീടിനപ്പുറത്ത് താമസിക്കുന്ന അമ്മ. പക്ഷേ ഞങ്ങളുടെ കൺവെൻഷനാണ് വരുന്നത്. പാസ്റ്ററെ ഞങ്ങൾ പ്രതീക്ഷിക്കും. സ്തോത്രം. ഞാൻ സ്തോത്രം നോട്ടീസ് വായിച്ചു. എനിക്ക് സന്തോഷം തോന്നി. ഞാൻ മടക്കി വെച്ചു. ഇനി എന്നോട് ഇച്ചിരി പഴക്കം കാണിക്കും. സ്തോത്രം. സാരമില്ല. കാര്യം എന്തുവാ? ഞാൻ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. എൻ്റെ പ്രസംഗമേ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ഉണർവ എൻ്റെ പ്രസംഗം. ഇവരെ വിളിച്ചിരിക്കുന്ന ബ്രദറുകാർ ഇവർക്ക് എന്തില്ല? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവില്ലാത്തടത്ത് ഞാൻ പോയിരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവില്ലെന്ന് പ്രസംഗിക്കുന്നവരടുത്ത് ഞാൻ പോയി കയറിക്കാൻ പറ്റും. യേശു ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവില്ലെന്ന് പറയുന്നിടത്ത് എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. എന്റെ സഭയുടെ അടിസ്ഥാനമേ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്റെ അടിസ്ഥാനമേ. എനിക്കോ വല്ല എന്തെങ്കിലും അവിടെ പ്രാർത്ഥിക്കാൻ റോള് വരും. അത് ഞാൻ കയറി ഇങ്ങനെ പ്രാർത്ഥിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാനേ പ്രാർത്ഥിക്കത്തുള്ളൂ. സ്തോത്രം. എന്നെ അപ്പൊ വിളിച്ചതിനാട്ടി പ്രശ്നമാവും ഇല്ലയോ? സ്തോത്രം. വിളിച്ചതിന്റെ പ്രശ്നമാണ്. ഞാൻ നോട്ടീസ് മേടിച്ചു. സ്തോത്രം സ്തോത്രം. പ്രൈസലോ. കാര്യം എന്തുവാ? എന്റെ ജീവിതം ആർക്കുള്ളതാ? അമ്മാമ്മയെ സന്തോഷിപ്പിക്കാനും അച്ഛനെ സന്തോഷിപ്പിക്കാനുള്ളതല്ല. അയലത്തെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാനുള്ളതല്ല. എന്നെ വിളിച്ചു വേർതിച്ച് എന്നെ പോറ്റുന്ന ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കാനുള്ളതാ. എന്റെ പ്രിയ മക്കളെ, നമ്മൾ ഓർത്തോ, മകനെ മകളെ എന്ന് പറഞ്ഞ് വിളിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ജീവിതമാണ് നമ്മളെ. അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയോ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ജീവിക്കാനല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. നമ്മളെ വിളിച്ച് വേർതിച്ച് യേശുവിന് വേണ്ടി ജീവിക്കാനാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ഉണ്ടാവണം? മാതൃക ഉണ്ടാവണം. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. അപ്പൊ ആ സഭ എങ്ങനെ, ഈ സഭ എങ്ങനെ, ആ പാസ്റ്റർ എങ്ങനെ, ആ വിശ്വാസി എങ്ങനെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളെ വിളിച്ച യേശു ആണോ? നമ്മളെ ആ സഭയിൽ ഈ സഭയൊന്നും അല്ല വിളിച്ചത്, പാസ്റ്ററും അല്ല വിളിച്ചത്, നമ്മളെ വിളിച്ച കർത്താവ്. അപ്പൊ നമ്മൾ ആരെ നോക്കിയാൽ മതി? ക്രിസ്തുവിനെ നോക്കി ഓടിയാൽ. ക്രിസ്തുവിനെ നോക്കി ഓടിയാൽ. നിനക്ക് കിട്ടിയിരിക്കുന്ന പ്രവചനങ്ങളെ സ്തോത്രം, അതിലെ സ്തോത്രം നേതാക്കന്മാർക്ക് വോട്ട് കിട്ടുന്നത് പ്രവചിക്കാനല്ല ദൈവം തന്നിരിക്കുന്നത്. നിനക്ക് കിട്ടിയിരിക്കുന്ന പ്രവചനങ്ങളെ ദൈവമക്കളെ ബലപ്പെടുത്തുവാനാണ് തന്നിരിക്കുന്നത്. ദൈവജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനാണ് തന്നിരിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിക്കണം. ദൈവം തന്നിരിക്കുന്ന എല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം. സ്തോത്രം. പറയുക എന്നേക്കാൾ അധികം അപ്പനെയോ എന്നേക്കാൾ അധികം മക്കളെയോ മകനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. യേശു കഴിഞ്ഞിട്ടേയുള്ള മക്കൾ, യേശു കഴിഞ്ഞിട്ടേയുള്ള ഭാര്യ, യേശു കഴിഞ്ഞിട്ടേയുള്ള ഭർത്താവ്, യേശു കഴിഞ്ഞിട്ടേയുള്ള എല്ലാം ഏറ്റവും നമ്പർ 1 സ്ഥാനം ആർക്കാ കൊടുക്കണ്ടേ? കർത്താവായ യേശുവിനാണ്. അടുത്ത വാക്യം. സ്തോത്രം. ഒരു മിനിറ്റ്. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നീ കാണുന്നതും സ്നേഹിക്കുന്ന പെറ്റമ്മയാണ്. അതെല്ലാം പിന്നെ ഇവരെല്ലാം തള്ളി പറയുന്നവരാ, ഇവരെല്ലാം ഉപേക്ഷിക്കുന്നവരാ. നീ ആദ്യം സ്നേഹിക്കുന്ന ആരെയാ? കർത്താവിനെ. അപ്പനെ അമ്മയോ അല്ല, മക്കളെ അല്ല, ആദ്യം സ്നേഹിക്കുന്ന കർത്താവിനെ. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നല്ല അമ്മയെ തരും, നല്ല അപ്പനെ തരും, അമ്മ സ്തോത്രം, നല്ല ഭാര്യയെ തരും, മക്കളെ തരും. ഇതെല്ലാം ആരാ തരുന്നത്? കർത്താവ്. നമ്പർ 1 ആരെയാ ബഹുമാനിക്കേണ്ടത്, ആരെയാ സ്നേഹിക്കേണ്ടത്, ആർക്ക് വേണ്ടി ജീവിക്കേണ്ടത്? അത് കർത്താവായ യേശുവിന് വേണ്ടിയാണ്. സ്തോത്രം. കർത്താവ് പറയുക സ്തോത്രം, ഹല്ലേലൂയ. ഇതിനെല്ലാം കൊണ്ട് മാറ്റി നിർത്തിയിട്ട് എന്നെ നോക്കി അങ്ങോട്ട് കൂടെ. നിനക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് നന്മയുണ്ട്. സ്തോത്രം. അപ്പനും അമ്മയേക്കാൾ കൂടുതലായി ആരെ സ്നേഹിക്കണം? മകനെയും മകളെക്കാൾ ആരെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. സ്വത്ത് സുഖങ്ങൾ എല്ലാത്തിനും ഉപരിയായി ആരെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിക്കണം. ആ സ്നേഹിക്കുന്നവന്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. അവനെ ദൈവം സ്നേഹിക്കും. ഇനി കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പനും അമ്മയും മാറിയിരിക്കുന്നവരെ മാറ്റി നിർത്തുകയും ചെയ്യല്ലേ? പ്രൈസലോ. ആദ്യത്തെ സ്ഥാനം ആർക്ക് കൊടുക്കണമെന്നാണ്? കർത്താവിന് കൊടുക്കണം. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. എന്റെ ക്രൂശ് എടുത്ത് സ്തോത്രമാലിയ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അതിലാ ആ ഒരു പോയിന്റ് ഭയങ്കര ഇതാണ്. എന്റെ അപ്പനും അമ്മയും കർത്താവിന്റെ ക്രൂശ് എടുത്തിട്ടില്ല എങ്കിൽ അപ്പനും അമ്മയുടെ ചില ഉപദേശങ്ങൾ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർക്കാണ് കൊടുക്കുന്നത്? ക്രിസ്തുവിനാണ്. ക്രിസ്തു തരുന്ന ഉപദേശത്തിനകത്ത് എനിക്ക് നിൽക്കാൻ പറ്റും. ക്രിസ്തു തരുന്ന ഉപദേശം ഒരിക്കലും അപ്പനും അമ്മയെ പീഡിപ്പിക്കാനുള്ളതല്ല, ആണോ? തല്ലാനുള്ളതല്ല. അങ്ങനെ ഒരിക്കലും ക്രിസ്തു
എന്ത് ചെയ്യുന്നില്ല, ഉപദേശിക്കുന്നില്ല. അപ്പൊ കർത്താവ് പറയുക, എന്റെ ക്രൂശ് എടുക്കാത്തവൻ എനിക്ക് യോഗ്യനാണ്. അപ്പൊ ആ മാതാപിതാക്കളെ അടുപ്പിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ബന്ധങ്ങളെ സഹോദരങ്ങളെ അടുപ്പിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. കർത്താവിന്റെ ക്രൂശ് എടുക്കുന്നവനായിരിക്കണം. ഒടുക്കുന്നവനാ എന്റെ സഹോദരനും എന്റെ അപ്പനും എന്റെ അമ്മയും സഹോദരി എല്ലാം കർത്താവിന്റെ ക്രൂശ് എടുക്കുന്നവൻ. അവനെ ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അല്ലയോ? സ്തോത്രം. അടുത്തത് പറയുന്നു, എന്ത് പറയുന്നു? തന്റെ ക്രൂശ് എടുക്കുന്നവൻ സ്വന്തം സാധ്യത നോക്കി ഓടുന്നവനെ ദൈവം പറയുക, അത് കളയും. അവൻ തന്നെ അവന്റെ ജീവനെ കളയും. അവൻ ഒരു പ്രയോജനമില്ലാതായി. അടുത്തത്, എന്റെ നിമിത്തം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ നിന്റെ ജീവനെ കളഞ്ഞാൽ, സകലതും വിട്ടാൽ, ഏറ്റവും കൂടുതൽ കർത്താവിന് പ്രാധാന്യം കൊടുത്താൽ, എല്ലാ സുഖങ്ങളിൽ സുഖ സന്തോഷങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും എല്ലാം നീ പുറത്തു വന്നാൽ, ദൈവം പറയുക, നിനക്ക് നിശ്ചയമായി അനുഗ്രഹം ദൈവത്തിൽ. അടുത്തത്, കർത്താവിനെ കൈക്കൊള്ളുന്നവൻ നിങ്ങളെ എങ്ങനെ കൈക്കൊള്ളുന്നു രീതിയിലായിരിക്കും കർത്താവിനെ കൈക്കൊള്ളുന്നത്. സ്തോത്രം. പറയുക, നമ്മളെ ഒരു ദൈവവേദന്റെ പ്രാധാന്യമാണ് കർത്താവ് പറയുന്നത്. എന്നെ ആര് കൈക്കൊള്ളുന്നു അവൻ ആരെയും കൈക്കൊള്ളും? കർത്താവിനെ കൈക്കൊള്ളും. നിന്നെ ആര് കൈക്കൊള്ളത്തില്ല അവനെ എനിക്കും വേണ്ട. ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എങ്ങനെയാ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിനക്ക് വേണ്ടാന്ന് പറയുന്നവരെ എനിക്ക് വേണ്ട, അവൻ നിനക്ക് വേണമെന്ന് പറയുന്നവരെ എനിക്ക് വേണം. സ്തോത്രം. അത്രയ്ക്ക് പ്രാധാന്യമാണ് ഒരു ദൈവവേദന്റെ ദൈവം തന്നിരിക്കുന്നത്. അപ്പൊ ആ ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കേണ്ടത്, ആ ദൈവത്തിനല്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ആ ദൈവത്തെയല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. അല്ല നമ്മളെ ഇഷ്ടത്തിനാണോ പ്രാധാന്യം, നമ്മളെ ബന്ധങ്ങൾക്കാണോ പ്രാധാന്യം? എല്ലാത്തിനും ഉപരിയാണ് ആരുടെ ബന്ധം? ക്രിസ്തുവിന്റെ ബന്ധം. അടുത്തത്, എങ്ങനെയാണ് പ്രതിഫലം ലഭിക്കുന്നത്? നീതിമാനായി കണ്ട് അവനെ ഏറ്റെടുക്കുന്നവനെ പ്രതിഫലം. അവനെ തിന്മ പ്രവർത്തിക്കുന്നവനായിട്ട് തള്ളിക്കളഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നവൻ എന്തില്ല? പ്രതിഫലമില്ല. സ്തോത്രം. പ്രവാചകൻ എന്ന് പറഞ്ഞ എണ്ണി അവൻ ഏറ്റെടുക്കുന്നവനെ പ്രവാചകന്റെ ദൂതുകൾ നിവർത്തിയാക്കി കൊടുക്കും. കർത്താവ് അവനെ ഏറ്റെടുക്കും. നമ്മളൊരു ദൂത് പറഞ്ഞാൽ ആ ദൂതിനെ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കാൻ ഞാൻ ദൈവം അനുഗ്രഹിക്കും. ഒരു കാര്യം പറയാം, ദൂത് പലരും പറയും അപ്പുറത്ത് വള്ളിയുണ്ട് അമ്പലമുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും നീ ഏറ്റെടുക്കല്ലേ, ഇതെല്ലാം മാനുഷിക ബുദ്ധിയാണ്. സ്തോത്രമാലിയ അതിലൊന്നും നിന്നെ ചെയ്യാൻ പറ്റില്ല, ഒന്നും തൊടാൻ പോലും പറ്റത്തില്ല. നിന്നെ തൊടണമെങ്കിൽ നിന്റെ ഹൃദയം അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനകത്ത് ഭയപ്പെട്ടാൽ മാത്രമേ നിന്നെ തൊടത്തുള്ളൂ. അല്ലാതെ നീ യേശുക്രിസ്തുവിനെ മുറുകി പിടിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ നീ ഏതെടുത്ത് താമസിച്ചാലും ദൈവം നിന്നെ അവിടെ അനുഗ്രഹിക്കും, ഉയർത്തും. ഒരു ശക്തിക്ക് നിന്നെ ചെയ്യാൻ പറ്റത്തില്ല, തൊടുവാൻ കഴിയത്തില്ല. ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും. അടുത്ത വാക്യത്തിലേക്ക് ഒന്ന് വരാം. ഇപ്പുറത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. സ്തോത്രം. ഒരു പട്ടണം നിന്നെ പീഡിപ്പിക്കുന്നുവെങ്കിൽ 23-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. കർത്താവ് പറയാ, നീ അവിടെ കിടന്ന് മസിൽ കാണിക്കൊന്നും വേണ്ട, നിന്നെ പീഡിപ്പിക്കാൻ നീ അടുത്തോട്ട് പോവുക, വിശാലമായ സ്ഥലം വെച്ചേ പോവാ, വിശാലമായി ഏറി വെച്ചിരിക്കുക. അല്ല നീ അവിടെ കിടന്ന് മത്സരിക്കൊന്നും വേണ്ട. നിന്നെ വേണ്ടാത്തോണ്ടല്ലേ അവർ പീഡിപ്പിച്ച് വിട്ടുപോവുക. ഞാൻ പലപ്പോഴും നോർത്ത് ഇന്ത്യയുള്ള ദൈവദാസന്മാരോട് പറയാറുണ്ട്, കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരോട്, നിങ്ങളെ വേണ്ടായോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു വീട്ടിൽ ചെന്ന് ട്രാക്ട് കൊടുക്കുമ്പോൾ ആദ്യം ചോദിക്കണം, ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ട്രാക്റ്റാണ്, ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക. സ്തോത്രമല്ല. അതേപോലെ ബൈബിൾ കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കുക, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തന്നാൽ ഞാൻ പ്രാർത്ഥിക്കാം. അല്ലാതെ ഞാൻ കയറി ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ സ്തോത്രമാലിൽ ഈ ട്രാക്ട് താപ്പിടി, അല്ലെങ്കിൽ ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഗേറ്റിനകത്ത് കൊണ്ട് വെക്കുക, ആ ബൈബിൾ കൊണ്ട് വെക്കുക, അങ്ങനൊന്നും കൊണ്ട് കളയാവസാനമല്ലേ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വേണ്ടാത്തവരുടെ അടുത്ത് പോകണ്ട, വേണമെന്ന് പറയുന്നത്. ചില വീടുകളിനകത്ത് ചിലവർ കാത്തിരിപ്പുണ്ട്, ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നിരിക്കുന്ന ആശ്വാസം തരണേ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അവിടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക. അതല്ലാതെ സ്തോത്രം ചുമ്മാ കൊണ്ടുവന്ന് ഗേറ്റിന്റെ വെയിൽ വെക്കുക, അവിടെ കൊണ്ടിടുക, അങ്ങനെ പോകല്ലേ. ഇത് വെറുതെ കളയാനുള്ള സാധനമല്ല, ഇത് വിലയുള്ള സാധനമാണ്. ഈ കൊടുക്കുന്ന ഓരോ പേപ്പറും വിലയുള്ള സാധനമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോന്നും വിലയുള്ളതാണ്, വാക്യമാണ്, ദൈവവചനമാണ്. ബൈബിൾ കൊടുക്കുമ്പോൾ അത് വിലയുള്ള പുസ്തകമാണ്.
സ്തോത്രമാരിൽ ഒരുവന്റെ ജീവിതത്തെ മാറ്റിത്തിരിക്കുവാൻ പറ്റുന്ന പുസ്തകമാണ്. ഒരുവന്റെ ജീവിതത്തെ ആത്മഹത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ട പുസ്തകമാണ്. അവന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തേണ്ട പുസ്തകമാണ്. അപ്പോൾ ആ രീതിയിലാണ് തിരുവചനം കൊണ്ട് കൊടുക്കേണ്ടത്. അത് ചോദിച്ചിട്ടാ കൊടുക്കുന്നത്. ഇത് ചുമ്മാതെ പോകുന്നവനും വരുന്നവനും എല്ലാം കൊടുക്കുക. റെയിൽവേ സ്റ്റേഷനകത്ത് കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ റെയിൽവേ സ്റ്റേഷനകത്ത് ട്രെയിനിങ് ഇരുന്നിങ്ങനെ ട്രെയിനിങ് കൊണ്ടുവരും. ഒരു പേര് എന്നിട്ട് ഇപ്പുറത്ത് മാറിയിട്ട് പറയും ഞങ്ങളോ 1500 ബൈബിൾ കൊണ്ട് കൊടുക്കുന്നു. ആവശ്യമുള്ളവനാണോ കൊടുത്തത്? ആവശ്യമുള്ളവനാണോ കൊടുത്തത്? സ്തോത്രം. ഒരു ദിവസം കൊട്ടാരക്കര ഒരു ബാറിന്റെ മാനേജറെ വിളിച്ചാൽ സ്തോത്രം. നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അമ്പലക്കരയില് ബാറിന്റെ ഓണർ പറഞ്ഞ ആ പാസ്റ്റിനെ അറിയാമോ? അപ്പൊ മാനേജർ പറഞ്ഞു എനിക്കറിയാം. എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു. സ്തോത്രം. ഒരു 10-15 ബൈബിൾ അവിടെ എവിടുന്ന് കൊടുത്തേന്നറിയാമോ? തിരുപ്പാസിന്റെ അവിടുന്ന് കൊടുത്തു. ഇത്രയും പേർക്ക് ബൈബിൾ കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞ 1500 ബൈബിൾ ഞങ്ങൾ കൊടുത്തു. 15 ബാർ എവിടെ? 10-16 ബൈബിളോട് എവിടെ ഇരിക്കുക? ബാറിലിരിക്കുക. ഇവനെല്ലാം പ്രാർത്ഥന കഴിഞ്ഞിട്ട് നേരെ ബാറി വെള്ളമടിക്കാൻ വന്നു. ഇവനൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടില്ല. ഇവൻ എഴുതാൻ കൊടുത്തു. ഇവൻ മേടിച്ചുകൊണ്ട് തന്നെ ബൈബിൾ കൊണ്ടുവന്ന് ബാറി വെച്ചിട്ട് പോയി. അപ്പൊ അതിന്റെ ഉടയവൻ അവൻ ഇതിന് പേടിയായോണ്ട് അവൻ എന്ത് ചെയ്തു? ഇതെല്ലാം കൊണ്ടുവന്ന് അവന്റെ പൂജാറൂമിൽ കൊണ്ടു വെച്ചിട്ടാ പറയുക ഏതെങ്കിലും പാസ്റ്റർമാരെ പരിചയമുണ്ടെങ്കിൽ ഇതൊന്നും കാര്യം. ഈ ബൈബിൾ അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവരുടെ ബിസിനസ്സിന് അടിയവരാണ്. അവൻ അപ്പോഴും മനസ്സിലായി. വേറൊരാളോട് വിളിച്ചു ചോദിച്ചു. ജ്യോതിഷം നോക്കിയവൻ പറഞ്ഞു ഇതിൽ അവിടെ ഇരിക്കുന്നുണ്ടാ, അതൊന്നും എടുത്ത് മാറ്റാമെങ്കിൽ ഓക്കെ ആവും. അപ്പോഴവന് പേടിയാവാൻ തുടങ്ങി. അവൻ അവിടെ എന്ത് ചെയ്തു? ആരെങ്കിലും പാസ്റ്ററിനെ സന്തോഷത്തോടെ കൊടുത്തേക്കുന്നുണ്ട്. വിരോധത്തോടും കൊടുക്കല്ലേ. വിരോധം കൊടുത്താൽ നിങ്ങൾക്ക് പണി കിട്ടും. സന്തോഷത്തോടെ കൊടുത്തേക്കുന്നുണ്ട്. ബൈബിളിന്റെ വില പോകുന്ന പോക്കുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില സഭകളിൽ അങ്ങോട്ട് വരുമ്പോഴേക്കും എടുത്തു കൊടുക്കല്ല, പഠിച്ചിട്ടേ കൊടുക്കാവൂ. ഇതിന്റെ വില എന്തെന്ന് പറഞ്ഞിട്ടേ കൊടുക്കാവൂ. എന്നിട്ട് ഇവന്മാർ എവിടുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ടോ? ഞങ്ങൾ 1500 ബൈബിൾ കൊടുത്തു. ഞങ്ങൾ 1500 പേരെ മുക്കി സ്നാനപ്പെടുത്തിയിട്ട് 1500 ഉണ്ടോ? ഇപ്പൊ സ്നാനം എന്നെല്ലാം പറഞ്ഞ ഉജ്ജ്വലിക്കാവുന്നത് സ്നാനം വെച്ചിട്ട് ഭയപ്പെടാനുള്ള സാധനമാണ്. ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് വരുന്നതാ. ഇല്ലയോ? ദൈവമക്കളെ പറയുക, എന്ത് പറയുക? കർത്താവിന്റെ നാമം കൈക്കൊള്ളുന്നവനെ കർത്താവ് പറയുക എന്നെ കൈക്കൊള്ളുന്ന പോലെ. നമ്മൾ ദൈവത്തിന്റെ നാമം പറയുമ്പോൾ അത് കൈക്കൊള്ളുന്നവനെ, അതിനെ നിരസിക്കുന്നവനെ ദൈവത്തെ നിരസിച്ചതിന് തുല്യമാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. ഇപ്പോഴത്തെ വാക്യത്തിലേക്ക് വരാം. ഒരു പട്ടണത്തിൽ നീ അവിടെ നിൽക്കുന്നതാ. നിന്നെ വേണ്ടെങ്കിൽ എന്നെ വേണ്ടെന്നാ. അവിടെ വിട്ടോ, അടുത്തടുത്തോ. ചിലവർക്ക് എന്തുവാ അവിടെ നിന്ന് അറിയിച്ചേ പറ്റും. പരസ്യം നടത്തുമ്പോ വന്ന് പറയടാ നിർത്ത ഇവിടെ പോകാൻ പറഞ്ഞ പൊക്കണം. ഞാനിവിടെ ടാക്സ് കൊടുക്കുന്ന ആളാണ്. ആ മാർഗമല്ല ഇത്. ആ മാർഗത്തിനല്ല ഇത് ഇറങ്ങിയേക്കുന്നത്. ഇതിന് അങ്ങനത്തെ മത്സരം കാണിക്കാനുള്ള മാർഗമല്ല. പിന്നെ വേണ്ടായോ, വിട്ടോ. ഇത് ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് അവിടെ. ആ പട്ടണത്തെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ചോദിച്ചോളൂ. അല്ല ഞാനും മൈക്ക് ടാക്സ് എടുത്തതാ, ഞാനും ഇതാ, ഇതെല്ലാം മത്സരിക്കേണ്ട കാര്യമൊന്നുമില്ല. വിട്ടുപൊക്കണം. ഞാൻ ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെങ്കിലും ആമേൻ സ്തോത്രമല്ല അടച്ചുറപ്പുള്ള അനുഗ്രഹപ്പെട്ട ഒരു സഭാഹോളം ഇവൻ തരണം. അത് AC ആയിരിക്കണം, സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. വെളിയിലോട്ട് നമ്മൾ സൗണ്ട് പോകരുത്. നമുക്ക് നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ മറ്റുള്ളവരെ കാണിക്കാനാണ്. നമുക്ക് നമ്മളെ ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ ഹൃദയത്തിലാണ് അത് പ്രാപിക്കേണ്ടത്. ഈ സ്തോത്രം അത് മറ്റുള്ളവരെ കാണിക്കാവുന്നതല്ല. ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. സ്തോത്രം കൺവെൻഷൻ എന്ന് പറഞ്ഞ് കുറെ ലക്ഷങ്ങൾ അടിച്ചു പൊട്ടിക്കുക, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഒറ്റ ഒരുത്തൻ രൂപാന്തരപ്പെട്ടിട്ടില്ല. അതിനകത്ത് ഒരുത്തം വന്നാലും ഓക്കെ. നീ മുടക്കുന്ന 5 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. നീ മുടക്കുന്ന 5 ലക്ഷം രൂപയാണെങ്കിൽ ഒരു വീട് വെച്ചുകൊട് ഒരു പാവപ്പെട്ടവന്. അതിനകത്ത് എന്നും ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എനിക്ക് യോജിപ്പുള്ളത് ദൈവത്തെ ഉയർത്തുന്നതില്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണ്. ഇതിനകത്ത് പറയുന്നു, വചനത്തിനകത്ത് പറയുന്നു, ഒരു പട്ടണത്തിൽ നൽകി അടുത്ത പട്ടണത്തിലേക്ക് പോകും. സ്തോത്രം ഇല്ലയോ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിപരീതമായുള്ള ആൾക്കാർ പറയുമ്പോഴാണ് പോകുന്നത്. അല്ല ഒരു സഭ മറ്റൊരു സഭയെ ഓടിക്കാൻ തന്നെ പോകില്ല. നമ്മൾ കർത്താവിന്റെ നാമം ഉയർത്താൻ വന്നതാ. ആര് നിൽക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? കർത്താവാണ്. അല്ലാതെ ലോക മനുഷ്യൻ പറഞ്ഞാലാ പറയുന്നത്. ഒരു പട്ടണത്തിലെങ്കിൽ അടുത്ത പട്ടണത്തിലേക്ക് പോകും.
സ്തോത്രം. ദൈവം ആരെ മാനിക്കും? നമ്മളെ മാനിക്കും. സ്തോത്രം. ഒരു നിമിഷം തന്നെ നടക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്ക് എന്റെ ആത്മം മതിയാക്കാം. ദൈവ കർത്താവേ, എനിക്ക് ഇന്ന് പകല് ഞാൻ എന്റെ കാട്ടി കർത്താവിന്റെ കാട്ടി കൂടുതലായിട്ട് എന്റെ മക്കളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയെ അപ്പനും അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവകർത്താവ് ലോകത്തിന് ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വത്തിന് സുഖങ്ങൾക്ക് ഞാൻ സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ എന്നോടൊന്ന് ക്ഷമിക്കണേ കർത്താവേ. ആ കുറവുകൾ തെറ്റുകളെല്ലാം എന്നോടൊന്ന് ക്ഷമിക്കണേ കർത്താവേ. എന്നോടൊന്ന് ക്ഷമിക്കണേ കർത്താവേ. ഞാൻ അങ്ങേ അറിഞ്ഞ നാൾ മുതൽ, അങ്ങനെ വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ ദൈവം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അങ്ങാണപ്പാ. യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ലപ്പാ. യേശു അല്ലാതെ മറ്റു ബന്ധങ്ങളില്ലപ്പാ. യേശു അല്ലാതെ മറ്റു സന്തോഷങ്ങളില്ലപ്പാ. ഏറ്റവും കൂടുതൽ സന്തോഷം യേശു ഞങ്ങൾക്കുള്ളതാ. ഞങ്ങൾ യേശുവിന്റെ മക്കളെന്ന് അറിയപ്പെടുന്നതാ. ഞങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുന്നതാ ഞങ്ങളുടെ സന്തോഷം. ഇന്ന് പകൽ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് മതിയപ്പാ. ഞങ്ങൾക്ക് യേശു മതിയപ്പാ. യേശു മതിയപ്പാ. ഞങ്ങളുടെ പാപം കഴിക്കാതെ യേശു മതിയപ്പാ. ഞങ്ങളുടെ ശാപത്തെ മാറ്റിത്തന്ന യേശു മതിയപ്പാ. ഞങ്ങളെ ദൈവമക്കളെന്ന് വിളിച്ച യേശുവിന്റെ മതിയപ്പാ. മകനെ മകളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് പിടിച്ച യേശുവിന്റെ മതിയപ്പാ. അതിനപ്പുറമായി മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലപ്പാ. അതിനപ്പുറമായി മറ്റുള്ള ഇഷ്ടങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ലപ്പാ. ദൈവം ഞങ്ങളെ ബലഹീനങ്ങൾ, കുറവുകൾ, തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പാ. യേശു മതിയപ്പാ. ഇന്ന് പകൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് ഏൽപ്പിക്കുവാപ്പാ. ഞങ്ങളുടെ എല്ലാ വിഷയത്തിനകത്ത്, ഞങ്ങളുടെ എല്ലാ സങ്കടത്തിനകത്ത്, ഞങ്ങളുടെ എല്ലാ കഷ്ടത്തിനകത്ത് മറുപടി നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളപ്പാ. യേശു അപ്പ മതിയപ്പാ. ഇന്ന് പകൽ ഞങ്ങളോട് ദൈവം സംസാരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളുടെ ബലഹീനങ്ങൾ മാറട്ടെ. ഇന്ന് പകൽ ഞങ്ങളുടെ രോഗങ്ങൾ മാറട്ടെ. ഇന്ന് പകൽ ഞങ്ങളുടെ ക്ഷീണങ്ങൾ മാറട്ടെ. ഇന്ന് പകൽ ഞങ്ങളുടെ പ്രതികൂലങ്ങൾ മാറട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്ന പകലാവട്ടെ. യേശു മതിയപ്പാ. യേശുവിന് ഉപരിയായി മറ്റൊന്നും ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ലപ്പാ. ഇന്ന് പകൽ ഞങ്ങൾ ഓരോ കുടുംബത്തിന്റെ കർത്താവിന്റെ കരം തുറന്നേയപ്പാ. ഇന്ന് പകൽ ഞങ്ങൾ ഓരോരുത്തരോട് ദൈവത്തിന്റെ ദയ ഉണ്ടാവണേയപ്പാ. ഇന്ന് പകൽ ഞങ്ങൾ ഓരോരുത്തരോട് ദൈവത്തിന്റെ ദയ ഉണ്ടാവണേയപ്പാ. ആ ദൈവത്തിന്റെ മനസ്സറിയണേയപ്പാ. ഇന്ന് പകൽ ഞങ്ങളോട് മനസ്സറിയണേയപ്പാ. ഇന്ന് പകൽ ഞങ്ങളോട് മനസ്സറിയണേയപ്പാ. ഇന്ന് പകൽ ഞങ്ങളോട് മനസ്സറിയണേയപ്പാ. എവിടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞങ്ങളോട് ക്ഷമിക്കണ കർത്താവേ. പൂർണ്ണ ഹൃദയത്തോട് ദിവസത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അപ്പാ പിതാവേ, എവിടെങ്കിലും ശരീരമോട് മനസ്സുകൊണ്ട് എവിടെങ്കിലും അപ്പാ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കുറവുകളുണ്ടെങ്കിൽ കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പാ. ഇന്ന് പകൽ ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പാ. ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ അപ്പാ. ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ അപ്പാ. അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ അപ്പാ. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ ദയ വെളിപ്പെടട്ടപ്പ. ആ ദൈവത്തിന്റെ ദയ വെളിപ്പെടട്ടപ്പ. ഇന്ന് പകൽ നിൽക്കുന്നിടത്ത് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് യേശു മതിയപ്പാ. ദൈവം തന്ന ജീവിതം അത് ദൈവത്തിന് വേണ്ടിയപ്പാ. യേശു മതിയപ്പാ. യേശു മതിയപ്പാ. ഇന്ന് പകൽ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ യേശു മതിയപ്പാ. ഞങ്ങൾ യേശുവിന്റെ ഇഷ്ടം ചെയ്താൽ മതിയപ്പാ. ഞങ്ങളുടെ ഇഷ്ടമല്ല വേണ്ടത്. അങ്ങയുടെ ഇഷ്ടം ഞങ്ങൾക്ക് ചെയ്താൽ മതി. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ബലപ്പെട്ടാൽ മതി. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ ശക്തിപ്പെട്ടാൽ മതി. ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് പ്രിയ ദൈവമക്കളെ പൂർണ്ണമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. ആ ദൈവ ശബ്ദം ഇന്ന് പകൽ വെളിപ്പെടാത്ത ഓരോ കുടുംബത്തിൽ